بسم الله الرحمن الرحيم. الحمد لله رب العالمين، والعاقبة للمتقين ولا عدوان إلا على الظالمين. أصلي وأسلم على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم إنا نسألك خير هذه الليلة وخير ما بعدها، ونعوذ بك من شر ما في هذه الليلة وشر ما بعدها يا رب العالمين. اللهم يا حي يا قيوم برحمتك نستغيث، أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ തൗഫീഖ് അത് നഷ്ടപ്പെടാനുള്ള കാരണങ്ങളെപ്പറ്റിയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചു നിർത്തിയത്. 10-ലധികം കാരണങ്ങൾ അല്ലാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാൻ കാരണമാകുന്ന പ്രധാനപ്പെട്ട വഴികൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. 12ാമത്തെ കാര്യം, 12 അല്ലേ? ഞാനെന്താ പറഞ്ഞത്? അല്ലാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ, അല്ലാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ. 12ാമത്തെ കാര്യം അൽ ഫസാദുൽ ഖുലുഖി. എത്ര കഴിഞ്ഞ്? 11ാമത്തെ അൽ ഫസാദുൽ ഖുലുഖി, മോശമായ സ്വഭാവ ഗുണങ്ങൾ. മോശമായ സ്വഭാവം അല്ലാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. ഇവിടെ അതുകൊണ്ട് ഷേഖ് ഉദ്ദേശിക്കുന്നത് തിന്മകളിലുള്ള സഞ്ചാരമാണ്. മോശത്തരങ്ങളും വേണ്ടാവൃത്തികളും ഹറാമുകളും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിൻ്റെ തൗഫീഖ്, അവൻ്റെ സഹായം നമ്മിൽ നിന്ന് അന്യമാകും. മുൻഗാമികളിൽ ചിലർ പാടി, ഇന്നമൽ ഉമ്മമുൽ അഖ്ലാഖു മാ ബഖിയത് ഫഇൻഹും ദഹബത് അഖ്ലാഖുഹും ദഹബൂ. നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്ന മുൻകാല സമൂഹങ്ങൾ അവരിന്നില്ല, അവരിന്ന് ബാക്കിയില്ല. അതുകൊണ്ട് തന്നെ നല്ല സ്വഭാവ ഗുണങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഫഇൻഹും ദഹബത് അഖ്ലാഖുഹും ദഹബൂ. മുൻഗാമികൾ സലഫു സാലിഹീങ്ങൾ അവർ മറഞ്ഞുപോയി, അവർ കാലയവനിക്കുള്ളിൽ മറഞ്ഞുപോയി. അതോടൊപ്പം അവരുടെ നല്ല സ്വഭാവ വിശേഷണങ്ങളും അത് കാലഘട്ടത്തിന് അന്യം നിന്നുപോയി. നല്ല ആളുകൾ ഇന്നില്ല, അതുകൊണ്ട് നല്ല സ്വഭാവം ഇന്ന് ആളുകൾക്കിടയിൽ പ്രകടമാകുന്നില്ല. നല്ല ആളുകൾ നിലനിൽക്കുന്നിടത്തോളം നല്ല സ്വഭാവ ഗുണങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുമെന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഫൽ മആസി ബരീദുൽ കുഫ്ർ. തിന്മകൾ അത് കുഫറിലേക്കുള്ള തപാലാണ്, തപാൽ സംവിധാനമാണ്. തിന്മകൾ പ്രവർത്തിച്ച് അതിൻ്റെ അവസാനം എന്തായിരിക്കും? കുഫറിൽ കൊണ്ടുപോയി ചാടിക്കും. തിന്മകൾ കുഫറിലേക്ക് എത്തിക്കുന്ന തപാൽ സംവിധാനമാണ്. വമത അഹല്ലത്തുൽ മആസി ഫി ബൈത്തി മിനൽ ബുയൂത്ത് ഇല്ലാ വജദത അഹ്ലഹാ ഫി തഫറുഖിൻ വതശർദുമിൻ വതനാഹുരിൻ യഅകുലു ബഅദുഹും ബഅദാ. എപ്പോഴാണോ നിങ്ങളൊരു വീട്ടിൽ, അതല്ലെങ്കിൽ ഒരു നാട്ടിൽ തിന്മകൾ കാണുന്നത്, അവിടെ എന്തുണ്ടാകും? ആളുകൾ തമ്മിൽ അനൈക്യവും ഛിദ്രതയും അതുപോലെ തന്നെ പ്രശ്നങ്ങളും. യഅകുലു ബഅദുഹും ബഅദാ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന അവസ്ഥയും കാണാനാണ്. അപ്പോൾ ഒരു വീട്ടിൽ തിന്മകൾ, അല്ലാഹു വിലക്കിയ ഹറാമുകൾ, സംഗീതം, സിനിമ, അതുപോലെ തന്നെ കാണാൻ പാടില്ലാത്തവർ തമ്മിൽ കാണുന്ന, സംസാരിക്കുന്ന, ഇടപഴകുന്ന, ഹറാമുകൾക്ക് മൗനസമ്മതം നൽകപ്പെടുന്ന, മൗനസമ്മതം പോയിട്ട് പച്ചയായ ഹറാമുകൾ നടന്നിട്ടും അതിനെ വിലക്കാനും അതിനെ തടയാനും അതിനെ നിരുത്സാഹപ്പെടുത്താനും സാധിക്കാത്ത, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ വിലക്കപ്പെട്ട എണ്ണമറ്റ ഹറാമുകൾ അത് ദിവസവും രാവിലും പകലിലും ഉടനീളം സ്വന്തം വീട് അതിനവസരമായി
അല്ലെങ്കിൽ അത് നടപ്പിലാക്കുന്ന ഇടങ്ങളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് വീട്ടുകാർ തമ്മിൽ ഐക്യം ഉണ്ടാവുക? വീട്ടുകാർ തമ്മിൽ എങ്ങനെയാണ് സ്നേഹമുണ്ടാകുക? ഉപ്പയും ഉമ്മയും ഭാര്യയും മക്കളും ഭർത്താവും തമ്മിൽ എങ്ങനെയാണ് മനസ്സ് തുറന്ന് സ്നേഹിക്കുന്ന അവസ്ഥ? അവർക്കിടയിൽ ഇഴമുറിയാത്ത ആത്മബന്ധം എങ്ങനെയാണ് നിലനിൽക്കുക? അതുകൊണ്ട് വീട്ടിലെ പ്രശ്നങ്ങൾ മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, ഭാര്യയ്ക്ക് അനുസരണയില്ല, അതല്ലെങ്കിൽ എന്നും പ്രശ്നങ്ങളാണ് എന്നും പരാതി പറയുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ നമ്മൾ എന്തെങ്കിലും ഹറാമുകൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹറാമുകൾ ഇന്നും ബാക്കിയുണ്ടോ? ഒഴിച്ചു നിർത്താൻ, അകറ്റി നിർത്താൻ എന്തെങ്കിലും തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഇനിയും ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് വേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. രണ്ട് സഹോദരങ്ങൾ, മുസ്ലിമീങ്ങളായ രണ്ട് സഹോദരങ്ങൾ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങളായ രണ്ട് സഹോദരങ്ങൾ, അവർക്കിടയിൽ എന്തെങ്കിലും അനൈക്യമുണ്ടായാൽ, ഭിന്നിപ്പുണ്ടായാൽ, അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ, അവർ ശത്രുതയിലാകുന്ന അവസ്ഥയുണ്ടായാൽ അതിന് കാരണം എന്തായിരിക്കും? ഒരാളുടെ രഹസ്യ ജീവിതത്തിൽ സംഭവിച്ച തിന്മയായിരിക്കും. ഇങ്ങനെയല്ലാതെ രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നവർ തമ്മിൽ തെറ്റുന്നില്ല എന്ന ആശയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് കാണാൻ ലഫ്ള് എനിക്ക് ഓർമ്മയില്ല. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന മുസ്ലിമീങ്ങൾ, രണ്ട് സഹോദരങ്ങൾ, അവർക്കിടയിൽ വരെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ, അസാരസ്യങ്ങൾ ഉണ്ടാകാനും കാരണം അവരിൽ ആരെങ്കിലുടെയും ജീവിതത്തിൽ സംഭവിച്ച രഹസ്യമായ തിന്മകളായേക്കാമെന്നാണ്. രഹസ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകൾക്കപ്പുറത്ത് ഇന്ന് കുടുംബങ്ങളിലും നാടുകളിലും വീടുകളിലും സമൂഹത്തിലും സംഭവിക്കുന്ന തിന്മകൾക്ക് കയ്യും കണക്കുമില്ല. പരസ്യമായി നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ അൽ മുജാഹറത്തുൽ മആസി, അള്ളാഹുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് അവൻ്റെ കൽപ്പനകൾക്ക് വില കൽപ്പിച്ചുകൊണ്ടാണ് നാട്ടിലും വീട്ടിലുമൊക്കെ ആളുകൾ തിന്മകൾ നടപ്പിലാക്കുന്നത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. കന്നാരി തഅകുലു ബഅദഹാ ഇല്ലം തജിദ് മാ തഅകുലു. അപ്പോൾ അള്ളാഹു വിലക്കിയ ഹറാമുകൾ, തിന്മകൾ, അതിൽ നിലനിൽക്കുന്ന ഒരു വീട്, കുടുംബം, സമൂഹം, അവർ തമ്മിൽ പരസ്പരം തിന്നു തീർക്കും. അവർ നശിക്കാൻ പുറത്തുനിന്ന് ആൾ വരാനൊന്നും വേണ്ട, അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നശിപ്പിച്ച് തിന്നു തീർക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഏതുപോലെ ഇവിടെ കവി പാടുകയാണ്, കന്നാരി തഅകുലു ബഅദഹാ ഇല്ലം തജിദ് മാ തഅകുലു. തീ, ആ തീ അതിനെ കത്തിക്കാനുള്ള ഇന്ധനമോ വിറകോ, തീ എപ്പോഴാണ് കത്തുക? ആ തീ കത്തിക്കാനുള്ള വിറകോ അതല്ലെങ്കിൽ കനലോ അല്ലേ, അതിന് ഇന്ധനം വേണം. ഇതില്ലെങ്കിലോ തീയിൻ്റെ കത്തൽ അത് വർദ്ധിപ്പിക്കാൻ, അതിൻ്റെ എന്താ പറയുക, അഗ്നിയുടെ തീവ്രത കൂട്ടാനുള്ള ഇന്ധനം അതിലില്ല, വിറകില്ല. അപ്പം പിന്നെ എന്താ സംഭവിക്കുക? തീ തന്നെ തീനെ തിന്നും, തീ താനെ കത്തും. തീ തന്നെ കന്നാരി തഅകുലു ബഅദഹാ ഇല്ലം തജിദ് മാ തഅകുലു. തീക്ക് തിന്നാനുള്ളത് ഇന്ധനം അതിലില്ല എങ്കിൽ തീ സ്വയം തിന്നുന്ന അവസ്ഥ ഉണ്ടാകുന്നത് പോലെ വീടുകളിൽ, നാടുകളിൽ ഹറാമുകൾ നടമാടിക്കഴിഞ്ഞാൽ അവിടെയുള്ള ആളുകൾ അവർ തന്നെ അവരെ തിന്ന് നശിപ്പിക്കും, സ്വയം നശിച്ചൊടുങ്ങുന്ന അവസ്ഥയുണ്ടാകും. പരസ്പരം തമ്മിത്തല്ലി ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തും. വഖുൽ ഫീ ദാലിക ഫിൽ ഹാറാത്തി അവൽ മുദ്നി അവൽ ദുവലി വഹാദാ വാഖിഉൻ മാ ലഹു മിൻ ദാഫി. ഇതിൻ്റെ ഗ്രന്ഥകർത്താവ് പറയാണ്, ഈ വാചകം നീ ഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ, രാഷ്ട്രങ്ങളിൽ ഇത് നീ പറയൂ, പ്രഖ്യാപിക്കൂ. ഇത് വാഖിആണ്, ഇത് സംഭവിക്കുന്നതാണ്. ഇതിന്നും നാടുകളിലും വീടുകളിലും നഗരങ്ങളിലും ഗ്രാമങ്ങളിലും രാഷ്ട്രങ്ങളിലും സംഭവിക്കുന്നതാണ്. ഇതിനെ തടയാൻ ആരുമില്ല, ഇതൊരു നഗ്ന യാഥാർത്ഥ്യമാണ് എന്ന് അദ്ദേഹം പറയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ ഗൗരവമുള്ള ഹദീസ്, നമ്മൾ ഒരുപാട് ആഴത്തിൽ ചിന്തിക്കേണ്ട ഹദീസ്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാഹ് സ്വഹീഹ് എന്ന് വിലയിരുത്തിയ ഹദീസ്. ഈ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു പറയാണ്. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അദ്ദേഹം പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഇരിക്കുകയായിരുന്നു. നബി ഞങ്ങളോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ അൻതും ഇദാ വഖഅത് ഫീകും ഖംസുൻ. 5 കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? അത് ഭയാനകമായിരിക്കും. വഅഊദു ബില്ലാഹി അൻ തകൂന ഫീകും ഔ തുദ്രികൂഹുന്ന. ഈ 5 കാര്യങ്ങൾ നിങ്ങളിൽ സംഭവിക്കുന്നത്, അതല്ലെങ്കിൽ ഈ 5 കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുന്നത് ഞാൻ ഭയപ്പെടുന്നു. അള്ളാഹുവിനോട് അത് സംഭവിക്കാതിരിക്കാൻ
ഞാൻ രക്ഷ ചോദിക്കുന്നു എന്ന് ആ അള്ളാഹുവിനോട് രക്ഷ തേടി ദുആ ചെയ്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംസാരത്തിലേക്ക് കടക്കുന്നത്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, മാ ലഹറത്തിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഖത്തു യുഅമലു ബിഹാ അലാനിയ ഇല്ലാ ലഹറ ഫീഹിം അത്താഊൻ വൽ ഔജാഉ അല്ലതി ലം തകുൻ ഫീ അസ്ലാഫിഹിം. ഏതൊരു സമൂഹമാണോ അവർക്കിടയിൽ പരസ്യമായി വൃത്തികേടും ഹറാമുകളും വ്യഭിചാരവും തോന്നിവാസങ്ങളും നടമാടുന്നുവോ, മുൻകാലക്കാർക്കിടയിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത പകർച്ചവ്യാധികൾ, മഹാമാരികൾ, പ്ലേഗ് പോലെയുള്ള രോഗങ്ങൾ അവർക്കിടയിൽ പ്രകടമാകാതിരിക്കുകയില്ല. വ്യഭിചാരവും തോന്നിവാസവും ഹറാമുകളും പരസ്യമായി ഏതൊരു സമൂഹത്തിൽ നടമാടുന്നുവോ അവിടെ മുൻകാലത്ത് കേട്ട് കേൾവിയില്ലാത്ത പകർച്ചവ്യാധികളും മഹാമാരികളും വ്യാധികളും പ്രകടമാകും. ഇതാണ് ഒന്നാമത്തെ കാര്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടർന്നു, രണ്ടാമത്തെ കാര്യം, വമാ മനഅ ഖൗമുൻ അസ്സകാ ഇല്ലാ മുനിഉൽ ഖത്ര മിനസ് സമാ വലൗലൽ ബഹായിമു ലം യുംതിറു. ഏതൊരു സമൂഹമാണോ അവരുടെ സമ്പത്തിൽ നിന്ന് അർഹരായവർക്ക് നൽകേണ്ടുന്ന നിർബന്ധമായ സകാത്ത് തടഞ്ഞു വച്ചത്, സകാത്ത് കൊടുക്കാൻ അർഹതയുള്ള ആളുകളാണ്, സകാത്ത് കൊടുക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവരാണ്, സകാത്ത് കൊടുക്കുന്നില്ല, തടഞ്ഞു വെച്ചു. ഇല്ല മുനിഉൽ ഖത്ര മിനസ് സമാ, അള്ളാഹു ആ സമൂഹത്തിനു മേൽ മഴയെ തടഞ്ഞു വെക്കും. അവർ കൊടുക്കേണ്ടവർക്ക് അർഹമായ സമ്പത്ത് തടഞ്ഞു വെച്ചതുപോലെ അവർക്ക് നൽകേണ്ടുന്ന മഴ അള്ളാഹു തടഞ്ഞു വെക്കും. വലൗലൽ ബഹായിമു ലം യുംതിറു, അവർക്കിടയിൽ മിണ്ടാപ്രാണികളായ നാൽക്കാലികൾ ജീവിച്ചില്ലായിരുന്നുവെങ്കിൽ അള്ളാഹു പൂർണ്ണമായും അവരെ തൊട്ട് മഴ തടയുമായിരുന്നു. എങ്ങനെയെങ്കിലും മഴ ലഭിക്കുന്നെങ്കിൽ, എപ്പോഴെങ്കിലും മഴ ലഭിക്കുന്നുവെങ്കിൽ നമ്മൾ വിചാരിക്കേണ്ട നമ്മൾ മെച്ചപ്പെട്ടവരാണെന്ന്. മറിച്ച് നമുക്കിടയിൽ ഒരു തെറ്റും ചെയ്യാത്ത മിണ്ടാപ്രാണികളായ നാൽക്കാലികൾ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം അള്ളാഹു മഴ തടഞ്ഞു വെച്ച് തടക്ക് നൽകുന്നത് എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, വമാ ബഖസ ഖൗമുൻ അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീന വശിദ്ദത്തിൽ മുഅനതി വജൗരി സുൽത്താൻ. ഏതൊരു സമൂഹമാണോ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നത്, അളവും തൂക്കവും കുറച്ച് ഇങ്ങോട്ട് കിട്ടാൻ അല്ലേ, 10 റുപ്യ കൊടുത്തിട്ട് 7 റുപ്യായി, 3 റുപ്യ തരാൻ ചില്ലറില്ല, അത് പിന്നെ നോക്കാട്ടോ. എന്നാൽ അങ്ങോട്ട് 50 പൈസ കൊടുക്കുകയാണെങ്കിലോ, അത് 50 പൈസ ഉണ്ട്, ചില്ലറില്ല കാക്കെ, ഗൂഗിൾ പേ ചെയ്തോന്ന് അറിയും. അങ്ങോട്ട് കിട്ടാൻ മാത്രം ആഗ്രഹമുള്ളൂ, തിരിച്ചു കൊടുക്കാനോ, ഇനി കൊടുത്ത സാധനത്തിന് കൊടുത്ത പൈസക്ക് തക്കതായ തൂക്കം കൃത്യമായി തൂക്കി നൽകാനോ, കൂട്ടിക്കൊടുത്താലും കുറയ്ക്കാതിരിക്കാനോ ശ്രദ്ധിക്കൂല. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന അവസ്ഥ. ഇല്ലാ ഉഖിദു ബിസ്സിനീൻ വശിദ്ദത്തിൽ മുഅനതി വജൗരി സുൽത്താൻ. അങ്ങനെ സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തിൽ ക്ഷാമവും വിലക്കയറ്റവും ഭരണാധികാരിയുടെ ദ്രോഹവും അവർക്കുമേൽ നടപ്പിലാക്കുന്നതാണ്. ആ നാട്ടിലെ ഭരണാധികാരികൾ അവരെ ദ്രോഹിക്കുന്ന, അവരോട് അനീതിയും അക്രമവും പ്രവർത്തിക്കുന്നവരായി മാറും. വിലക്കയറ്റമുണ്ടാകും, ക്ഷാമമുണ്ടാകും, ജീവിത സാഹചര്യം ഇടുങ്ങും, ദുനിയാവിലെ വിഭവങ്ങളിൽ ഞെരുക്കം സംഭവിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുമേൽ വർഷിക്കുമെന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നാലാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, വലാ ഹകമ ഉമറാഅഹും ബിഗൈരി മാ അൻസലല്ലാഹ്. ഏതൊരു നാടാണോ ആ നാട്ടിലെ ഭരണാധികാരികൾ അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് വിധിക്കുന്നില്ല, അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് വിധിക്കാത്ത ഭരണാധികാരികൾ നിലനിൽക്കുന്ന നാട്, ഇല്ലാ സല്ലത്തല്ലാഹു അലൈഹിം അദുവഹും ഫസ്തൻഖദു ബഅദ മാ ഫീ ഐദീഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കൾക്ക് അവർക്കുമേൽ അധികാരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ശത്രുക്കൾക്ക് അവർക്കുമേൽ അധികാരം നൽകും. അതുകൊണ്ട് ഏതെങ്കിലും നാടുകളിൽ മുസ്ലിമീങ്ങൾ, ഇസ്ലാമിൻ്റെ വക്താക്കൾ അവർ പീഡിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അവർ നശിപ്പിക്കപ്പെടുന്നുവെങ്കിൽ, അവർക്ക് ലഭിച്ച സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും പിച്ചി ചീന്തപ്പെടുന്നുവെങ്കിൽ അതിനാത്യന്തികമായ കാരണം അവരവരിലേക്ക് തിരിഞ്ഞു നോക്കുക. അവരുടെ ജീവിതത്തിലെ പോരായ്മകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഹറാമുകൾ, തിന്മകൾ, അതിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങി തൗബ ചെയ്ത് നന്മയിലേക്ക് മുന്നേറുക എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പരിഹാരം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുമേൽ
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൻ്റെ ശത്രുക്കൾക്ക് അധികാരം നൽകും. അവരുടെ കരങ്ങളിലുള്ള ഭൗതികമായ സമ്പത്ത്, ഐഹികമായ അവരുടെ നേട്ടങ്ങൾ, അതെല്ലാം ഈ ശത്രുക്കൾ അപഹരിക്കുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ്. വമാ അത്തലു കിതാബല്ലാഹ്, ഇതാണ് നാലാമത്തെ കാര്യം. വമാ അത്തലു കിതാബല്ലാഹ് വസുന്നത നബിയിഹി ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. ഏതൊരു സമൂഹമാണോ അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും അത് കൈയൊഴിഞ്ഞത്, അവരുടെ ജീവിതരേഖ, അവർ മാർഗമായി സ്വീകരിക്കുന്ന പ്രമാണം അത് ഖുർആനും സുന്നത്തുമല്ല, തനിക്ക് തോന്നിയതുപോലെയാണ് താൻ ജീവിക്കുന്നത്. അങ്ങനെ തങ്ങൾക്ക് തോന്നിയതുപോലെ ഖുർആനും സുന്നത്തും കാറ്റിൽ പറത്തി അള്ളാഹുവിൻ്റെ ദീൻ അതിനെ അവഗണിച്ച് ഏതൊരു സമൂഹമാണോ ജീവിക്കുന്നത്, ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, അള്ളാഹു അവരുടെ ദോഷം, അവരുടെ നാശം അവരിൽ തന്നെ ഏർപ്പെടുത്തും. നേരത്തെ പറഞ്ഞ പോലെ ഖുലു ബഅ്ലുഹും ബഅ്ലാ, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിച്ച് സ്വയം നശിച്ചു തീരുന്ന അവസ്ഥ ഉണ്ടാകും. അവരെ തന്നെ നശിപ്പിക്കാനും അവർക്കെതിരെ അധികാരം സ്ഥാപിക്കാനും പുറത്തുനിന്ന് ആൾ വരേണ്ട ആവശ്യമൊന്നുമില്ല. അവർ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും താറടിച്ച് സ്വയം നശിക്കുന്ന അവസ്ഥ ഉണ്ടാകും ഖുർആനും സുന്നത്തും കൈയൊഴിഞ്ഞാൽ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും കൈയൊഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവവും നമ്മുടെ പെരുമാറ്റവും നമ്മിലെ നന്മയും ഇല്ലാതാകും. അത് നമ്മൾ തന്നെ നശിക്കാനുള്ള കാരണമാകും. ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടുന്ന ഏറ്റവും വലിയ അവസ്ഥയാണ്. പണ്ഡിതന്മാർ പറയുന്നു, ഇന്ന് മുസ്ലിം ഉമ്മത്തിൽ സംഭവിക്കുന്ന സകല പ്രയാസങ്ങളും നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് നഷ്ടപ്പെട്ട നിർഭയത്വവുമെല്ലാം തിരിച്ചു കിട്ടാൻ അവരവരുടെ ജീവിതത്തിലുള്ള തിന്മകൾ ഒഴിച്ചു നിർത്തട്ടെ, അവരവരുടെ സ്വഭാവ ഗുണങ്ങൾ നന്നാക്കട്ടെ. അവർക്ക് നിർഭയത്വം നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ അവരിലെ നന്മകൾ കുറഞ്ഞുപോയതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അവർക്ക് ലഭിക്കാതെ പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് വയുസല്ലിതല്ലാഹു അലൈഹിം അൽഅഫ ജുൻദിഹി കൽ ജറാദ്, ദുർബലരായ ചില ശത്രുക്കളെ കൊണ്ടുപോലും അള്ളാഹു അവർക്ക് മേൽ അധികാരം നൽകുന്നത് എന്ന് പണ്ഡിതന്മാർ ഇത്തരം ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. സ്വലാഹു അംദിക ലിൽ അഖ്ലാഖി മർജിഉ ഫഖവ്വി മിൻ നഫ്സ ബിൽ അഖ്ലാഖി തസ്തഖീമി. മുൻഗാമികൾ പാടി, നിന്റെ എല്ലാ കാര്യവും നേരാകാനുള്ള മന്ത്രം നിന്റെ സ്വഭാവവും പെരുമാറ്റവും നിന്റെ ദീനും നന്നാക്കുക എന്നുള്ളതാണ്. അതാണ് അവലംബം. നീ നിന്റെ സ്വഭാവവും ദീനും നന്നാക്കിയാൽ അതാണ് നിനക്ക് സകല നന്മയും ലഭിക്കാനുള്ള കാരണം. ഫഖവ്വി മിൻ നഫ്സ ബിൽ അഖ്ലാഖി തസ്തഖീമി, നീ നിന്റെ നഫ്സിൽ ദീന കൊണ്ട് അലങ്കരിക്കപ്പെട്ട നല്ല സ്വഭാവങ്ങൾ അത് പാലിക്കുക, എങ്കിൽ നിന്റെ ദീനും ദുനിയാവും നേരെയാകുന്നതാണ്. ഇതാണ് 11ാമത്തെ കാര്യം. നല്ല സ്വഭാവ ഗുണങ്ങൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് നമ്മൾ കാഴ്ചവെക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണത്. 12ാമത്തെ കാര്യം സുഹ്ബത്തു സഫല. അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള 12ാമത്തെ കാര്യം മോശമായ ആളുകളുമായി കൂട്ടുകൂടുക, താഴ്ന്ന നിലവാരത്തിലുള്ള ആളുകളുമായി സഹവസിക്കുക. ലാ തൻദുറന്ന ഇലാ ഇംരിഇൻ മാ അസ്ലുഹു വൻദുർ ഇലാ ഫിആലിഹി സുമ്മ ഹ്കുമി. നീ ഒരാളുമായി സഹവസിക്കുന്നുവെങ്കിൽ, കൂട്ടുകൂടുന്നുവെങ്കിൽ എന്താണ് അവൻ്റെ അസ്ൽ, എന്താണ് അവൻ്റെ അടിസ്ഥാനം, എന്താണ് അവൻ്റെ സ്വഭാവം, എന്താണ് അവൻ്റെ നിലവാരം, എന്താണ് അവൻ്റെ ദീൻ, എന്താണ് അവൻ്റെ പ്രവർത്തനം, ഇത് നോക്കുക. എന്നിട്ട് നീ അവനെ വിലയിരുത്തുക. കണ്ണിൽ കാണുന്നവനോടെല്ലാം കൂട്ടുകൂടാനും സഹവസിക്കാനും സൗഹൃദം പങ്കുവെക്കാനും നമുക്ക് അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അൽ മർഉ അലാ ദീനി ഖലീലി, ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരോടെങ്കിലും കൂട്ടുകൂടുന്നുവെങ്കിൽ, നിങ്ങൾ കൂട്ടുകൂടുന്നുവെങ്കിൽ അവനെ സൂക്ഷിക്കട്ടെ, അവൻ്റെ ദീൻ നോക്കട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ കൂട്ടുകാരൻ നിസ്കരിക്കാത്തവനാണെങ്കിൽ നമ്മൾ നിസ്കാരമില്ലാത്തവനാകും. നമ്മുടെ കൂട്ടുകാരൻ സംഗീതജ്ഞനാണെങ്കിൽ, നമ്മുടെ കൂട്ടുകാരൻ സിനിമാ ഭ്രാന്തനായിരുന്നെങ്കിൽ, നമ്മുടെ കൂട്ടുകാരൻ കളിഭ്രാന്തനാണെങ്കിൽ നമ്മൾ അങ്ങനെയാവും. നമ്മുടെ കൂട്ടുകാരൻ ദുനിയാവിയാണെങ്കിൽ നമ്മൾ അങ്ങനെയാകും, ഭൗതികനായി മാറും. നമ്മുടെ കൂട്ടുകാരൻ കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിൽ, നിരീശ്വരവാദിയാണെങ്കിൽ, മാപ്പിള സഖാവാണെങ്കിൽ നമ്മൾ അങ്ങനെ എത്തിരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ച് പരലോകത്തെ ഭയന്ന് ആഖിറത്തിന് വേണ്ടി
അള്ളാഹുവിന് അമൽ സ്വാലിഹ് അനുഷ്ഠിച്ച് ജീവിക്കും. നമ്മളെങ്ങനെ തീരും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എത്ര ലളിതമായ വാചകം, പക്ഷേ എത്ര വലിയ യാഥാർത്ഥ്യമാണതുള്ളത്. കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും മനുഷ്യനാണ്. ആരോടാണോ കൂട്ടുകൂടുന്നത്? ഒരാളെ വിലയിരുത്തണമെങ്കിൽ, ഒരാളെക്കുറിച്ച് കൃത്യമായ വിലയിരുത്തൽ നമുക്ക് അവൻ്റെ കൂട്ടുകെട്ട് നോക്കിയാൽ മതി. അവൻ ആരപ്പാണ്, അവൻ്റെ ചങ്ങായിമാരാരാണെന്ന് പരിശോധിച്ചാൽ മതി. കാരണം ഒരു മനുഷ്യൻ തനിക്ക് ആകർഷിക്കപ്പെട്ട എന്താണോ അതിനോട് കൂട്ടുകൂടുള്ളൂ, അല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്തവരോടൊപ്പം നമ്മൾ കൂട്ടുകൂടും. നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയുമോ? നമ്മളെ നാവ് കൊണ്ടെന്തെങ്കിലും സംസാരിക്കുന്നുവെങ്കിൽ, ചർച്ച ചെയ്യുന്നുവെങ്കിൽ, നമ്മൾ ആരെങ്കിലുമായി സമയം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടവരായിരിക്കും. ഇഷ്ടമില്ലാത്തവരോടൊപ്പം നമ്മൾ കൂട്ടുകൂടുമോ? ഇല്ല. അതുകൊണ്ട് ദീൻ നോക്കി വേണം നമ്മൾ കൂട്ടുകൂടാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, തജിദൂന അന്നാസ മആദിൻ, ജനങ്ങൾ വ്യത്യസ്ത ഖനികളിൽ നിന്ന് പുറപ്പെടുന്നവരാണ്, വ്യത്യസ്ത തരക്കാരാണ്, വ്യത്യസ്ത അസലുകളുള്ളവരാണ്. അല്ല, ഖനി എന്ന് പറഞ്ഞാൽ എന്താ? ഖനി മഅദിൻ, അതായത് ഭൂമിയിൽ നിന്ന് കുഴിച്ചടക്കുന്ന സ്വർണവും അതുപോലെ തന്നെ മറ്റു എന്താ പറയുക ധാതുക്കളും മറ്റൊക്കെ കുഴിച്ചെടുക്കുന്ന ഭൂമിയിൽ തന്നെ അള്ളാഹു നിക്ഷേപിച്ചിട്ടുള്ള അത്ഭുതമാണ് ഖനികൾ. അതിൽ പഠനം നടത്തി, ഗവേഷണം നടത്തി, അത് തുരന്നെടുത്ത് റിസർച്ച് നടത്തി, എന്നിട്ടാണ് അതിൽ നിന്ന് വ്യത്യസ്തങ്ങളായ ഉൽപ്പന്നങ്ങൾ ആളുകൾ പുറത്തെടുക്കുന്നത്. ഖനികൾ വ്യത്യസ്തമായിരിക്കും. സ്വർണം എടുക്കുന്ന ഖനിയിൽ നിന്ന് പെട്രോളിയം കിട്ടൂല, പെട്രോളിയം കിട്ടുന്നിടത്തുനിന്ന് സ്വർണം കിട്ടില്ല. ചില ഖനികളിൽ നല്ല മിനുസമുള്ള കല്ലുകൾ, അല്ലേ, പിന്നെ കണ്ടാൽ തന്നെ പിന്നെ മുത്തും പവിഴൊക്കെ പോലുള്ള കല്ലുകൾ കിട്ടും, മാർബിള്. വേറെ ചില ഖനികളിൽ വളരെ പരുപരുത്ത കല്ലുകളായിരിക്കും. അപ്പം ഖനികൾ വ്യത്യസ്തമാകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ വ്യത്യസ്തമാകും. ഇതുപോലെയാണ് മനുഷ്യന്മാരും. നല്ല കുടുംബവും നല്ല ദീനിയായ ചുറ്റുപാടും നല്ല സഹവാസവും അസലുള്ള കുടുംബത്തിൽ ജനിച്ച ആളാണെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലും ദീനിലത് പ്രകടമാകും. മോശമായ കുടുംബ പശ്ചാത്തലവും തറവാടും കുടുംബമൊക്കെ ആണെങ്കിലോ അതിൽ നിന്ന് പുറത്തു വരുന്ന ആളുകളും അങ്ങനത്തെ സ്വഭാവത്താൽ സ്വാധീനിക്കപ്പെടും. പക്ഷെ ഈ രണ്ടു രംഗത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ മാനദണ്ഡം എന്താണ്? കുടുംബം, തറവാട്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അള്ളാഹുവിൻ്റെ അടുക്കൽ അള്ളാഹു വെക്കുന്ന അളവുകോല് തഖ്വയാണ്. അള്ളാഹുവിനെ പേടിച്ച് അവൻ ജീവിക്കുന്നുണ്ടോ, അള്ളാഹു ഹറാമാക്കിയത് ഒഴിവാക്കുന്നുണ്ടോ, വാജിബായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? പക്ഷേ എന്നാലും പണ്ഡിതന്മാർ പറയുന്നു, ഒരാളിൽ ദീനും നല്ല കുടുംബ മഹിമയും അതുപോലെ തന്നെ നല്ല അസുലും സമ്മേളിച്ചു, അവനാണ് കുടുംബം കൊണ്ട് താഴ്ന്ന, അതല്ലെങ്കിൽ ദീനിയായ സാഹചര്യത്തിൽ അറിയപ്പെടാത്ത ഒരിടത്ത് നിന്ന് മാറി വന്നവനേക്കാൾ ശ്രേഷ്ഠൻ. കാരണം എന്താ? അവനിൽ നല്ല അസലിൻ്റെ, നല്ല അടിസ്ഥാനത്തിൻ്റെ അടയാളങ്ങളും സ്വാധീനങ്ങളും ഉണ്ടാവും. നോക്കൂ നിങ്ങൾ, ഇതിന് ഹദീസുകളിൽ സൂചനകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരാരാണെന്ന് ചോദിക്കപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഅൻ മആദിനിൽ അറബി തസ്അലു, അറബികൾക്കിടയിലുള്ള സ്വഭാവ വ്യത്യാസങ്ങളും വ്യതിരിക്തതകളുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അറബികളിൽ ആരാണ് ശ്രേഷ്ഠരെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു നൽകുകയാണ്, ഖിയാറുഹും ഫിൽ ജാഹിലിയ്യ ഖിയാറുഹും ഫിൽ ഇസ്ലാം. ജാഹിലിയത്തിൽ നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല സ്വഭാവവും പെരുമാറ്റവും കുടുംബം കൊണ്ട് അറിയപ്പെട്ട ആളുകളാണോ, ആരാണോ, ഖിയാറുഹും ഫിൽ ഇസ്ലാം, അവർ തന്നെയാണ് ഇസ്ലാമിൽ മുത്തുബന്മാർ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഷർത്ത് വെച്ചു, ഒരു കണ്ടീഷൻ വെച്ചു, ഇദാ ഫഖഹു, അവർ അള്ളാഹിൻ്റെ ദീൻ പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ, ദീനുള്ളവരാണെങ്കിൽ, ജാഹിലിയത്തിലെ നിങ്ങളുടെ കൂട്ടത്തിലെ നല്ല ആളുകൾ ശ്രേഷ്ഠന്മാർ തന്നെയാണ്, ഇസ്ലാമിലും ശ്രേഷ്ഠന്മാർ. ഇദാ ഫഖഹു, അവർക്ക് ഇൽമുണ്ടെങ്കിൽ, അവർ അള്ളാഹിൻ്റെ ദീൻ പഠിച്ച് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പോൾ നല്ല അടിവേരുള്ളവർ, നല്ല കുലമഹിമയുള്ളവർ, കുടുംബ പാരമ്പര്യമുള്ളവർ, ഞാനീ പറഞ്ഞത് കേൾക്കുമ്പോൾ സമ്പത്തിൻ്റെ മാത്രം മാനദണ്ഡം വെക്കേണ്ട. നമ്മളെ നാട്ടിൽ കുടുംബവും പേരും പെരുമയും മഹിമയൊക്കെ പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? തീർത്തും ഭൗതികമായ മാനദണ്ഡങ്ങൾ മാത്രം വെച്ചാണ്, സമ്പത്തിൻ്റെ മാത്രം അളവുകോൽ വെച്ചാണ്. അതല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയ എന്തെങ്കിലും ഭൗതിക വിജ്ഞാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ മാനദണ്ഡത്തെക്കുറിച്ചല്ല പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല മാനുഷികമായ മൂല്യങ്ങൾ, നല്ല വ്യക്തിത്വം, ഇതുകൊണ്ടറിയപ്പെട്ട കുടുംബവും
അതല്ലെങ്കിൽ വേരുമുണ്ടെങ്കിൽ അതവനിൽ പ്രകടമാകും. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇക്കാലത്തെ ന്യൂജൻ സംസ്കാരവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തരംഗവും അതിൻ്റെ ഫിത്തന കാരണം പണ്ട് എൻ്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന ആളുകൾ നമുക്കൊന്നും നമ്മുടെ ചെറുപ്പത്തിൽ ആരും പറഞ്ഞു തരാത്ത നല്ല പെരുമാറ്റവും മര്യാദയും സ്വഭാവ ഗുണങ്ങളും ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലും തിരിയുന്നില്ല. അവർക്കത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാവുന്നില്ല. മുമ്പ് നമ്മൾ ആരും പറഞ്ഞു തരാതെ തന്നെ ശീലിപ്പിച്ച കാര്യങ്ങൾ, മുതിർന്നവർക്ക് മുമ്പിൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ നടക്കണം, മസ്ജിദിൽ എങ്ങനെ പെരുമാറണം, എങ്ങനെ അവരോട് വർത്തമാനം പറയണം, പ്രായമേറിയ ആളുകളുടെ മുമ്പിൽ എന്തു പറഞ്ഞുകൂടാ, എന്തു പറയണം, നാല് മുതിർന്ന ആളുകൾ സംസാരിക്കുമ്പോൾ അവിടെ പോയി കാതോർത്ത് നിൽക്കാൻ പറ്റുമോ, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ടല്ലോ, വളരെ സാമാന്യമായ മര്യാദകൾ. ഇത് പണ്ടൊന്നും ആരും പറഞ്ഞു തരേണ്ട ആവശ്യം. കാരണം എന്താ, പണ്ടൊക്കെ കുടുംബങ്ങളിൽ നിലനിന്നിരുന്നു ഇങ്ങനത്തെ മര്യാദ. മൂപ്പളമ എന്നൊക്കെ പറയില്ലേ, എന്താ ഇവിടെ ഇതിന് സമാനമായ വല്ല പ്രയോഗമുണ്ടോ? ഈ സംഗതി ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താലും തിരിഞ്ഞത്. എന്താ കാരണം? ഇന്നതൊക്കെ മൺമറഞ്ഞു പോയി. മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾക്ക് അത് ദഹബു, അവർ പോയി അവർ പോയതോടുകൂടി അഖ്ലാഖുഹും ഖദ് ദഹബു, അതും പോയി. ഇന്നത്തെ കാലത്ത് നമ്മൾ അത് നടപ്പിലാക്കി കാണിച്ചു കൊടുക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല വേര്, നല്ല സ്വഭാവ ഗുണങ്ങൾ നമ്മളിൽ പകർന്നു നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അൽ-ഇമാം അബ്ശഹി റഹിമഹുല്ലാ അദ്ദേഹം പറയണം, മൻ ഖറബ സിഫ്ലത വത്തറഹദ ബിൽ അഹ്സാബ് വൽ മുറുആത്ത് ഇസ്തഹഖൽ ഖിദ്ലാൻ. ആരാണോ മോശമായ താഴ്ന്ന നിലവാരമുള്ള ആളുകളുടെ താഴ്ന്ന സംസ്കാരമുള്ള ആളുകളോട് അടുപ്പം കാണിക്കുന്നത്, നല്ല കുടുംബവും പാരമ്പര്യവും സ്വഭാവ ഗുണങ്ങളും മൂല്യങ്ങളുമുള്ള ആളുകളുമായി അകന്നത്, നല്ല വ്യക്തിത്വമുള്ള ആളുകളിൽ നിന്ന് അകലം പാലിച്ചത്, ഇസ്തഹഖൽ ഖിദ്ലാൻ, അവൻ അല്ലാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വല്ലാഹു അഅലം. ഇദാ മസ്തഫൈത ഇംറഅൻ ഫല്യകുൻ ശരീഫൻ നിജാർ സകിയൽ ഹസബ് ഫനദ്ലു الرجال كنذل النبات لا للثمار ولا للحطب. മുൻഗാമികൾ ചില പറഞ്ഞതുപോലെ, നീ ഒരാളെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ, നീ കൂട്ടുകൂടാനും സഹവസിക്കാനും ഒരാളെ തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ, ഫല്യകുൻ ഷരീഫൻ നിജാർ, നല്ല വേരുള്ള നല്ല കുടുംബവും സ്വഭാവ മഹിമയുമുള്ള ആളെ തെരഞ്ഞെടുക്കണം. സകിയൽ ഹസബ്, പരിശുദ്ധമായ പാരമ്പര്യവും അതല്ലെങ്കിൽ എന്താ പറയുക ഹസബും തറവാടും മഹിമയുമുള്ള ആ വിഷയത്തിൽ പേരുകേട്ട ആളുകളുമായി നിനക്ക് കൂട്ടുകൂടാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യണം. ഈ പറഞ്ഞതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞ വീണ്ടും സമ്പത്തിൻ്റെയും ഭൗതികതയുടെ അടിസ്ഥാനത്തിലല്ല. നമ്മുടെ നാട്ടിലെ അളവുകോൽ അതാണ്. വലിയ കുടുംബം, പ്രമാണിമാര്, പത്രാസ്, ഇതൊക്കെ സമ്പത്തിൻ്റെയും ദുനിയാവിലുണ്ടാക്കി എന്തെങ്കിലും നക്കാപ്പിച്ചതിൻ്റെയും പേരിലായിരിക്കും നമ്മുടെ അളവുകോൽ. ഇതല്ല പറഞ്ഞത്. ദീന് കൊണ്ടും പെരുമാറ്റം കൊണ്ടും സ്വഭാവ ഗുണങ്ങൾ കൊണ്ടും അറിയപ്പെട്ട നല്ല പാരമ്പര്യമുള്ള വേരുകൾ, അങ്ങനെയുള്ള കുടുംബങ്ങൾ, അതിലെ ആളുകളുമായി നീ ബന്ധം സ്ഥാപിക്കുക. എന്നിട്ട് ശൈഖ് പറയണം, ഫനദ്ലുർ റിജാലി കനദ്ലിൻ നബാത്ത്, നിലവാരം കുറഞ്ഞ ആളുകൾ, താഴ്ന്ന സംസ്കാരമുള്ള ആളുകൾ, അവരാരെ പോലെയാണ്? കനദ്ലിൻ നബാത്ത്, നിലവാരം കുറഞ്ഞ ഒരു ഉപകാരമില്ലാത്ത ചെടികളുണ്ടല്ലോ, അതുപോലെയാണ്. ലാ ലിസിമാരി വലാ ലിൽ ഹതം, തീരെ എന്താ പറയുക, നിലവാരം കുറഞ്ഞ ചെടികളാണെങ്കിൽ, അതല്ലെങ്കിൽ മരമാണെങ്കിൽ അത് നമുക്ക് വിറകിന് ഉപയോഗിക്കാൻ പറ്റൂല, അതുപോലെ തന്നെ അതിനൊരു ഫലം ഉണ്ടാവില്ല. അങ്ങനത്തെ ചെടികളുണ്ടോ വല്ല ഉപകാരമുണ്ടോ? ദോഷം ഉണ്ടാവുന്നല്ലാതെ. ഇങ്ങനെ നിലവാരം കുറഞ്ഞ മരങ്ങളെപ്പോലെ ചെടികളെപ്പോലെയാണ് നിലവാരം കുറഞ്ഞ ആളുകൾ. അവരിനൊരു ഉപകാരം നമുക്ക് കിട്ടാനില്ല, മറിച്ച് അതുകൊണ്ട് വല്ല ദോഷവും സംഭവിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ നല്ല ആളുകളുമായി ബന്ധം സ്ഥാപിക്കുക, ഇത് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. ചീത്ത ആളുകളുമായി അതല്ലെങ്കിൽ നിലവാരം കുറഞ്ഞ ആളുകളുമായി ബന്ധമുണ്ടാക്കുക എന്നത് നമ്മുടെ തൗഫീഖ്, അള്ളാഹു എന്നുള്ള തൗഫീഖ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. 12ാമത്തെ കാര്യം, 13ാമത്തെ കാര്യം, തർക്കുൽ അംരി ബിൽ മഅറൂഫ് വന്നഹി അനിൽ മുൻകർ, നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും ഒഴിവാക്കുക. വലൈത ബനി ദുനിയ ഫനുക്കിറ മുൻകറുൻ വഉരിഫ മഅറൂഫുൻ വഉസ്ലിഹ മുഫ്സദു. ദുനിയാവിൻ്റെ ആളുകൾ, ആദമിൻ്റെ സന്തതികൾ, അവർ തിന്മ വിലക്കപ്പെടുന്നവരാണെങ്കിൽ
നന്മ കൽപ്പിക്കപ്പെടുന്നവരാണെങ്കിൽ അവരിലെ കേടുവന്നതെല്ലാം നന്നായി തീരുമായിരുന്നു. അപ്പൊ നന്മ കൽപ്പിക്കുകയാണെങ്കിൽ, തിന്മ വിലക്കുകയാണെങ്കിൽ നമ്മിലെ കേടുവന്നതെല്ലാം നന്നായി തീരും. കേടുവന്ന് നന്നാവാനുള്ള വഴി എന്താ? കേടായത് കേടാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, നല്ലത് നല്ലതാണെന്ന് അറിയിച്ചു കൊടുക്കുക. അപ്പൊ സമൂഹവും കുടുംബവും നാശത്തിലായാൽ, മോശക്കാരായാൽ അവരെ നേരെയാക്കാൻ, നന്മയിലേക്ക് തിരിച്ചു നടത്താനുള്ള മാർഗം നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്നുള്ളതാണ്. ഒരു സമൂഹത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും ഇല്ലെങ്കിലോ അത് അല്ലാഹുവിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. മാത്രവുമല്ല, അതുകൊണ്ടുള്ള ദുരന്തമെന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ നന്നായി ജീവിക്കുന്നവർ, മോശമായി ജീവിക്കുന്നവരുണ്ട്. നന്നായി ജീവിക്കുന്ന ആളുകൾ മോശമായി ജീവിക്കുന്ന ആളുകളെ വിലക്കുന്നില്ല, അവരോട് നന്മ കൽപ്പിക്കുന്നില്ല, സാധിക്കും വിധം അതിനെ തടയുന്നില്ല. എങ്കിൽ എന്ത് സംഭവിക്കും? ആ സമൂഹം മുഴുവൻ നശിപ്പിക്കപ്പെടാൻ അത് കാരണമാകും. നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ഉണ്ടായിട്ടില്ലെങ്കിൽ ആ സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെടാൻ കാരണമാകും. അള്ളാഹുവിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെടുന്ന ഇതിനേക്കാൾ വലിയ ഗൗരവമുള്ള കാര്യം എന്താണുള്ളത്? ഒരു സമൂഹം ഒന്നടങ്കം നശിപ്പിക്കപ്പെടുക എന്നുള്ളതിനേക്കാൾ അള്ളാഹുവിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെടുന്ന മറ്റേത് കാര്യമാണുള്ളത്? അള്ളാഹു പറഞ്ഞല്ലോ, വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ. നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നത് പേടിക്കണം. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങിയാൽ നിങ്ങളിൽ നിന്നുള്ള അക്രമികൾക്ക് മാത്രം പ്രത്യേകമായി അത് ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകുകയില്ല. അവിടെ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും ചെയ്തിട്ടില്ല എങ്കിൽ അവിടെ ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകളെ വരെ അത് ബാധിക്കുന്നതാണ്. അൽ-ഇമാമു ശഖീതി റഹിമഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിക്കവേ പറഞ്ഞു, അൽ മുറാദു ബിതിൽകൽ ഫിത്നത്തില്ലതി തഉമ്മു ളാലിം വഗൈറഹു ഹിയ അന്ന الناس ഇദാ റഅഉ الമുൻകർ ഫലം യുഗയ്യിറൂഹു അമ്മഹുമുല്ലാഹു ബിൽ അദാബി സ്വാലിഹഹും വതാലിഹഹും. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷിക്കാൻ പറഞ്ഞ ഫിത്ന എന്ന് പറഞ്ഞാൽ, ഒരു സമൂഹത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന ആളുകളുണ്ടായി. ആ സമൂഹത്തിലെ നല്ല ആളുകൾ അവർ ചെയ്യുന്ന തിന്മ തടഞ്ഞില്ല, അതിനെ വിലക്കിയില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരിലെ നല്ല ആളുകളെയും മോശപ്പെട്ട ആളുകളെയും വ്യാപകമായി വലയം ചെയ്യുന്ന ശിക്ഷകൾ അവർക്ക് മേലിറക്കും എന്നാണ് ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ വത്തഖൂ ഫിത്നതൻ ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ, സൂറത്തുൽ അൻഫാലിന്റെ 25-ാമത്തെ ആയത്തിലൂടെ നമ്മൾ പേടിക്കേണ്ട കാര്യം. സമൂഹത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലില്ലെങ്കിൽ സമൂഹത്തിലെ നല്ല ആളുകളും ചീത്ത ആളുകളും ഒരുപോലെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് ഇരയാകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഞാൻ നന്നായി ജീവിച്ചാൽ പോരെ, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുട്ടികളും നമ്മൾ നന്നായാൽ പോരെ. എന്തിനാണ് ആളുകൾക്കിടയിൽ ഇറങ്ങുന്നത്? എന്തിനാണ് ആളുകളോട് പറയാൻ നിൽക്കുന്നത്? എന്തിനാണ് സമൂഹത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തിനാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത്? നമുക്ക് നമ്മുടെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ എന്നു പറയുന്നവർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. സമൂഹത്തിൽ നന്മ കൽപ്പിക്കലും തിന്മ വിലക്കലും ഇല്ലെങ്കിൽ ആ സമൂഹത്തെ ഒന്നടങ്കം നല്ലവരെയും ചീത്തവരെയും ശിക്ഷ ബാധിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ആ റബ്ബ് തന്നെ സത്യം, ലതഅ്മുറുന്ന ബിൽ മഅറൂഫ് വലതൻഹവുന്ന അനിൽ മുൻകർ, നിങ്ങൾ നന്മ കൽപ്പിക്കുകയും തിന്മ വിലക്കുകയും തന്നെ വേണം. ഔ ലയൂശികന്നല്ലാഹു അയ്യബഅസ അലൈക്കും ഇഖാബൻ മിൻ, അങ്ങനെ ചെയ്തില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ നിങ്ങൾക്കുമേൽ അവൻ അയക്കുന്നത് നിങ്ങൾ ഭയപ്പെടണം. എന്നിട്ട് അവിടുന്ന് പറയണം, സുമ്മ തദ്ഊനഹു ഫലാ യുസ്തജാബു ലക്കും, അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ല, നിങ്ങൾക്കതിന് ഉത്തരം ലഭിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ശിക്ഷ ഇറങ്ങുന്ന ദുആക്ക് ഇജാബത്ത് നഷ്ടപ്പെടുന്ന അവസ്ഥക്ക് കാരണമായി തീരുമെന്നാണ് എന്ത്? നന്മ കൽപ്പിക്കാതിരിക്കുകയും തിന്മ വിലക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഒരിക്കൽ സൈനബ് ബിൻത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ് അനഹ്ലികു വഫീന സ്വാലിഹൂൻ, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്കിടയിൽ സ്വാലിഹീങ്ങളായ അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകൾ ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കെ ഞങ്ങൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും, ഞങ്ങൾക്കുമേൽ അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടാവും. ഞങ്ങൾക്കിടയിൽ സ്വാലിഹീങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം ഇദാ കസൂറൽ ഖബസ്, അതെ, നിങ്ങൾക്കിടയിൽ തിന്മകൾ അധികരിച്ചാൽ, അത് വിലക്കപ്പെടാതിരുന്നാൽ
അതിനെ തടയാതിരുന്നാൽ, നിങ്ങൾക്കിടയിൽ സ്വാലിഹ്യങ്ങൾ ജീവിച്ചിരുന്നാലും നിങ്ങൾ നശിപ്പിക്കപ്പെടുന്ന കൂട്ടത്തോടെ അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കിരയാകുന്ന അവസ്ഥ ഉണ്ടാകുന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിക്കുക, നമ്മൾ മനസ്സിലാക്കിയ ഹക്ക് ദഅവത്ത് ചെയ്യുക എന്നതിൻ്റെ പ്രാധാന്യം, ഗൗരവം മനസ്സിലാക്കാൻ ഇത് മാത്രം മതിയാവുന്നതാണ്. ആമിറും ബിൽ മഅറൂഫി നാഹിൻ അനിൽ മുൻകർ ആതിൻ ബിൽ ഹഖി മാദിൽ അസായിം വഇദാ മാ അമർത ലില്ലാഹി അംറൻ ലസ്ത തഖ്ശാ ഫില്ലാഹി ലൗമത ലായിം. അതുകൊണ്ട് നന്മ കൽപ്പിക്കുന്നവനെ, തിന്മ വിലക്കുന്നവനെ, സത്യം പ്രചരിപ്പിക്കുന്നവനെ, ഉറച്ച തീരുമാനത്തോടെ ദൃഢനിശ്ചയത്തോടെ മുൻപോട്ട് സഞ്ചരിക്കുന്നവനെ, നീ നന്മ കൽപ്പിക്കുമ്പോൾ, നീ തിന്മ വിലക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നുള്ള സഹായം നിനക്കുണ്ടാകും. നിന്നെ ആക്ഷേപിക്കുന്ന ഒരാക്ഷേപകന്റെയും ആക്ഷേപത്തെ നീ ഭയപ്പെടേണ്ടതില്ല, അള്ളാഹു നിന്നോടൊപ്പം ഉണ്ടാകും എന്ന് മുൻഗാമികൾ ചിലർ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ക്ഷണിക്കുന്നവർക്ക് ആശ്വാസം പകരുകയാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള മറ്റൊരു കാര്യം. ഇനി എത്രാമത്തെ കാര്യമാണ്? 14ാമത്തെ കാര്യം, ഖിദ്ലാനുൽ മുസ്ലിമി ലി അഖീഹിൽ മുസ്ലിം. ശരിക്കും തൗഫീഖിനെതിരായ അതിൻ്റെ ലിദ് ഖിദ്ലാൻ എന്നാണ് വായിക്കേണ്ടത്. ഖാഇന് കസ്റായിട്ടാണ് വായിക്കേണ്ടത്. നമ്മൾ മുമ്പ് ഖുദ്ലാൻ എന്നാണ് അധികം പറഞ്ഞത്, ഖദ്ലാൻ എന്ന് കേട്ടു. പക്ഷേ ഖദ്ലാനും ഖുദ്ലാനും അല്ല, ഖാഇന് കസ്റായിട്ട് വായിക്കലാണ് ശരിയായ പ്രയോഗം എന്നാണ് മനസ്സിലായത്. ഖിദ്ലാൻ, ഖിദ്ലാനുൽ മുസ്ലിമി ലി അഖീഹിൽ മുസ്ലിം. ഒരു മുസ്ലിം തൻ്റെ സഹോദരനായ മുസ്ലിമിനെ നിന്ദിക്കുക, അവഹേളിക്കുക, ഇതവൻ അള്ളാഹിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള കാരണമാണ്. തൻ്റെ സഹോദരനായ മുസ്ലിമിനെ ഒരാൾ നിന്ദിക്കുക, അവഹേളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വിഷയത്തിലുള്ള ഹദീസ് നമ്മൾ കേൾക്കുക. വളരെ ഗൗരവമുള്ള ഹദീസാണിത്. ജാബിർ ബിൻ അബ്ദില്ലാ റളിയല്ലാഹു അൻഹും അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹു, രണ്ട് സ്വഹാബികൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സ്വഹീഹുൽ ജാമിഇൽ കൊണ്ടുവന്ന, ഇമാം അഹ്മദിൻ്റെ സുനനിലും അബൂദാവൂദിൻ്റെ സുനനിലും ഇമാം അഹ്മദിൻ്റെ മുസ്നദിലും കാണാവുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മാ മിൻ ഇംറിഇൻ യഖ്ദുലു ഇംറഅൻ മുസ്ലിമൻ ഫീ മൗദിഇൻ തുൻതഹഖു ഫീഹി ഹുർമതുഹു വയുൻതഖസു ഫീഹി മിൻ ഇർദിഹി ഇല്ലാ ഖദലഹു അല്ലാഹു ഫീ മൗതിനിൻ യുഹിബ്ബു ഫീഹി നുസ്റതഹു. ഒരു മനുഷ്യൻ തൻ്റെ മുസ്ലിമായ ഒരു സഹോദരൻ, അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുന്ന, അവനെ ആളുകൾ അവഹേളിക്കുന്ന, പരിഹസിക്കുന്ന, അവനെ തരം താഴ്ത്തുന്ന ഒരു സദസ്സിൽ അവനെ കാണാനിടയായി. നമ്മുടെ മുസ്ലിമായ ഒരു സഹോദരനെ ആളുകൾ പരസ്യമായി അപമാനിക്കുന്നു, അവഹേളിക്കുന്നു, അതുപോലെ തന്നെ അവൻ്റെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനോടൊപ്പം കൂടുന്നു. നമ്മളും ആ അവഹേളനയിൽ, പരിഹാസത്തിൽ, അവനെ തരം താഴ്ത്തുന്നതിൽ നമ്മളും പങ്കാളിയാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ലാ ഖദലഹു അല്ലാഹു ഫീ മൗതിനിൻ യുഹിബ്ബു ഫീഹി നുസ്റതു. അല്ലാഹു അങ്ങനെയുള്ള മനുഷ്യനെ, അവൻ അല്ലാഹുവിൻ്റെ സഹായം ആഗ്രഹിക്കുന്ന ആളുകളാൽ പരിഹസിക്കപ്പെടുന്ന, കളിയാക്കപ്പെടുന്ന, അവൻ്റെ അഭിമാനത്തിന് പിച്ചിച്ചീന്തപ്പെടുന്ന സാഹചര്യത്തിൽ അവൻ എന്ത് ചെയ്യും? എന്നെ ആരെങ്കിലും ഇതിൽ നിന്ന് സംരക്ഷിച്ചിരുന്നെങ്കിൽ, എന്നെ ആരെങ്കിലും പ്രതിരോധിക്കാനുണ്ട്, എനിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിക്കുന്ന സാഹചര്യം ഉണ്ടല്ലോ. നേരത്തെ പറയപ്പെട്ട മുസ്ലിമിന് അതുപോലൊരു സാഹചര്യം ഉണ്ടായി. പക്ഷെ ഇവനെന്ത് ചെയ്തു? കൂടി അതിനെരുവേറ്റി, പിരികേറ്റി അവനെ ആക്ഷേപിക്കുന്നവനായി തീർന്നു. ഇതേ അവസ്ഥ അവനുണ്ടായാൽ അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ എന്ന ഇസ്ലാമിന്റെ പൊതു ഖാഇദ പ്രകാരം എന്താണോ പ്രവർത്തിച്ചത് അതിന് തരമായിട്ട് അള്ളാഹു തിരിച്ചു നൽകുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ നിന്ദിക്കാതിരിക്കുകയില്ല. ആരെങ്കിലും സഹായിക്കാനുണ്ടായിരുന്നുവെങ്കിൽ നാശിക്കപ്പെടുന്ന, അഭിമാനം പിച്ചിച്ചീന്തപ്പെടുന്ന സാഹചര്യത്തിൽ തൻ്റെ മുസ്ലിമായ സഹോദരൻ അതുപോലെ അവൻ അഭിമാനം പിച്ചിച്ചീന്തതിൻ്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു അവനെ അത്തരം രംഗങ്ങളിൽ വഷളാക്കാതിരിക്കുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വമാ മിൻ ഇംരിഇൻ യൻസുറു മുസ്ലിമൻ ഫീ മൗദിഇൻ യൻതഖിസു ഫീഹി യുൻതഖസു ഫീഹി മിൻ അർദിഹി വയുൻതഹഖു ഫീഹി മിൻ ഹുർമതിഹി. നേരത്തെ പറഞ്ഞ പോലെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കപ്പെടുന്ന ആളുകൾ, അവരാൽ പരിഹസിക്കപ്പെടുന്ന, അവഹേളിക്കപ്പെടുന്ന സാഹചര്യത്തിൽ തൻ്റെ മുസ്ലിമായ സഹോദരനെ ഒരു മുസ്ലിം സഹായിച്ചു, അവൻ്റെ അഭിമാനത്തിന് സംരക്ഷണം നൽകി, അവന് പ്രതിരോധം തീർത്തു. ഇല്ലാ നസറഹു അല്ലാഹു ഫീ മൗതിനിൻ യുഹിബ്ബു ഫീഹി നുസ്റതഹു. ഇതുപോലെ അവസ്ഥയിൽ അവൻ അവഹേളിക്കപ്പെടുമ്പോൾ അള്ളാഹുവിൻ്റെ സഹായത്തിന് കേഴുന്ന അവസ്ഥയിൽ അള്ളാഹു അവനെ സഹായിക്കാതിരിക്കുകയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ
അവഹേളിക്കുക, അവരുടെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അവരുടെ അഭിമാനത്തിന് സംരക്ഷരാകുക, അവരെ പ്രതിരോധിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തൗഫീക്ക് ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മളിൽ പലരും അതിന് അവസരം നോക്കി നടക്കുന്ന അവസ്ഥയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് 14-ാമത്തെ കാര്യം. 15-ാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതിനോട് തുടർച്ചയായി വരുന്നതാണ്. തതബ്ബുഉൽ അസറാത്ത്, മറ്റുള്ളവരുടെ കുറവുകൾക്ക് പിന്നാലെ പോവുക, മറ്റുള്ളവരുടെ ന്യൂനതകൾ ചികഞ്ഞു നടക്കുക എന്നുള്ളത്. മുൻഗാമികൾ ചിലർ പറഞ്ഞു, ജനങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട ആളുകൾ മറ്റുള്ളവരുടെ കുറവുകൾ തേടി നടക്കുന്നവരാണ്, എന്നിട്ട് സ്വന്തം കുറവിനെ മറക്കുന്നവരാണ്. ചില ആളുകളുടെ ഹോബി തന്നെ അതാണ്. തനിക്കൊരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, തന്നിൽ ഒരുപാട് കുറവുകൾ ഉണ്ടാവും, അതൊന്നും ഒരു വിഷയമല്ല. മറ്റുള്ളവർക്ക് ഓന് മിണ്ടുന്നുണ്ടോ, ഓൻ മിണ്ടാതിരിക്കുന്നുണ്ടോ, ഓൻ അടങ്ങുന്നുണ്ടോ, ഓൻ അനങ്ങുന്നുണ്ടോ, ഓൻ തുമ്മുന്നുണ്ടോ, ഓൻ തുമ്മാതിരിക്കും, ഇങ്ങനെ ചാണിന് ചാണായി മുഴത്തിന് മുഴമായി ചുവടുവെപ്പിന് ചുവടുവെപ്പായി ആളുകളുടെ കുറവ് ഇങ്ങനെ ചികഞ്ഞു നടക്കും. ഇന്നത്തെ കാലത്ത് പല ആളുകൾക്കും കാര്യമായി ബാധിച്ച മഹാമാരിയാണിത്, കൊടും വൈറസാണിത്. ആളുകളുടെ കുറവിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകുക. എന്നിട്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയുള്ള ആളുകളുടെ മറ്റൊരു വിശേഷണമാണ്, തർക്കിച്ചുകൊണ്ടേയിരിക്കും. ആളുകളുടെ പ്രശ്നങ്ങളും ആളുകൾക്കിടയിലുള്ള കുറവുകളായിരിക്കും എൻ്റെ ചിന്തയിൽ മുഴുവൻ. ഊണിലും ഉറക്കത്തിലും മയക്കത്തിലൊക്കെ ഇതായിരിക്കും. എന്നിട്ട് ആളുകൾക്ക് മുമ്പിൽ അതും പറഞ്ഞിട്ട് ഇങ്ങനെ തർക്കിക്കുക. ഒരു പ്രതിയോഗിയില്ലെങ്കിൽ, ഒരു ശത്രുവിനെ അപ്പുറത്ത് എതിർപക്ഷത്ത് നിർത്തിയിട്ടില്ല, ഓന് പിന്നെ ദീനല്ല. അവരുടെ ദീനിന്റെ വളർച്ച തന്നെ പ്രതിയോഗി ഉണ്ടാക്കുക, ശത്രുപക്ഷത്ത് ആളെ നിർത്തുക, എന്നിട്ട് അവരുടെ വീഴ്ചകൾ എന്തൊക്കെയാണ് അതിങ്ങനെ ചകഞ്ഞു കിടക്കുക, അതിന് ചാരന്മാരെ വെക്കുക, അത് കിട്ടിക്കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുക, അത് പരസ്യമായി മാലോകരെ അറിയിക്കുക. ഇതില്ലെങ്കിൽ ദീനല്ല. ദീനിന്റെ പ്രബോധനം തന്നെ ഇങ്ങനത്തെ ന്യൂനതകൾ പൊതുജന സമക്ഷം വിളംബരം ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ തർക്കിച്ച് സമയം കളയുക. അൽ-ഇമാമുൽ ഔസാഇ റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലെയുള്ളവർ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ഫസാദ ഖൗമിൻ, അല്ലാഹു ഒരു സമൂഹത്തിന് നാശം ഉദ്ദേശിച്ചാൽ ഫതഹ അലൈഹിം ബാബൽ ജദൽ വമനഅ അൻഹുൽ അമൽ, അവർക്കുമേൽ അല്ലാഹു തർക്കത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കും, അമലിന്റെ വാതിൽ അവർക്കുമേൽ അല്ലാഹു കൊട്ടിയടക്കും. അവന് സ്വന്തം ജീവിതത്തിൽ അമലാക്കാൻ, ഇന്ന് മരിച്ചാൽ അവന്റെ ഖബറിലേക്ക് അമലാക്കാനുള്ള അമലുകളൊന്നും എടുക്കാനുള്ള സമയമില്ല, അതിനെക്കുറിച്ച് പഠിക്കാനും സമയമില്ല. നാട്ടുകാരുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് ചകഞ്ഞിട്ട് അതിങ്ങനെ പോസ്റ്റ്മോർട്ടം തർക്കിച്ച് ജീവിതകാലം കഴിക്കും. സ്വന്തം ജീവിതത്തിൽ സ്വന്തം നഫ്സിന് വേണ്ടി അമൽ ചെയ്യുന്നത് അള്ളാഹു അവനെ തൊട്ട് തടയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, എന്തൊരു മഹാദുരന്തമാണത്. ഇതെന്ത് കാരണമായിട്ടാണ്? ആളുകളുടെ കുറവുകൾ ഇങ്ങനെ ചികഞ്ഞ് നടക്കുക എന്നുള്ളതാണ്. എൻ്റെ എന്തെങ്കിലും ഒരു കുറവ് കണ്ടു കഴിഞ്ഞാൽ, അല്ലേ, നമ്മളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ, ഒരു നേരം ജമാഅത്തിന് കണ്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീഴ്ച നമുക്ക് സുന്നത്തിലോ മറ്റോ സംഭവിച്ചുവെങ്കിൽ അതിന് എന്തെങ്കിലും ന്യായമായ കാരണമുണ്ടാകും. തൻ്റെ സഹോദരൻ, മുൻഗാമികൾ ചില ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ളവർ പറഞ്ഞത്, തൻ്റെ സഹോദരൻ ഒരു വീഴ്ച നീ കണ്ടു, വ്യക്തമായൊരു വീഴ്ച നീ കണ്ടു, എന്നാലും നീ എന്ത് വിചാരിക്കണം? അവൻ എന്തെങ്കിലും ന്യായമായ കാരണം അതിൻ്റെ പിന്നിലുണ്ടാകുമോ എന്ന് വ്യാഖ്യാനിച്ച് നീ ഒപ്പിക്കണം. അങ്ങനെ ഒരു സാധ്യത നീ കാണണം. അവനെക്കുറിച്ച് എന്നാൽ പോലും വ്യക്തമായി നീ കണ്ടാൽ പോലും മോശമായി വിചാരിക്കരുത്. എന്താണ് നമുക്ക് കൊണ്ടുള്ള നേട്ടം? അവന് വേണ്ടി പുറത്തു കൊടുക്കാൻ നീ പറഞ്ഞൂടെ? ഇനി അങ്ങനെ സംഭവിച്ചാൽ, മുൻഗാമികൾ ചിലർ ചെയ്തതുപോലെ എന്നെക്കുറിച്ച് ഒരാൾ മോശമായി പറഞ്ഞു, ഇല്ലാത്ത പറഞ്ഞു, കെട്ടിച്ചമച്ചുണ്ടാക്കി, നേരെ തിരിച്ചു നമ്മൾ ചിന്തിക്കണമല്ലോ. ഇതറിഞ്ഞ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഓൻ ചെയ്ത പണിയേക്കാൾ വലിയ ആക്ഷേപവും ഓനെതിരുള്ള കുപ്രചാരണവും സോഷ്യൽ മീഡിയയിലേക്ക് ഇങ്ങനെ പ്രചരിപ്പിക്കലായി. എന്താ കാരണം? എന്നെക്കുറിച്ച് ഇല്ലാത്ത പറഞ്ഞു, എന്നിട്ടോ അവനൊന്നായിരിക്കും പറഞ്ഞു, നമ്മൾ 10 ഇല്ലാത്ത ഉണ്ടാക്കി പിന്നെ പ്രചരിപ്പിക്കലായി. മുൻഗാമികൾ ചിലർ, അഇമ്മത്തുകൾ ചിലർ അവരെക്കുറിച്ച് വൃത്തികെട്ട ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹ മധ്യത്തിൽ വഷളാക്കിയ ആളുകളോട് സ്വീകരിച്ച സമീപനം എന്തായിരുന്നു എന്നറിയോ? കൂട്ടത്തിൽ അതിനെ എരിവേറ്റാനും പിരികേറ്റാനും അനുയായി വൃദ്ധങ്ങൾ ഉണ്ടാകും, ഇടയാളന്മാരുണ്ടാകും, ചാരന്മാരുണ്ടാകും. അവരായിരിക്കും ഇതിന് മൂപ്പേറ്റുക. ഇവർ തമ്മിൽ ഡയറക്റ്റ് ആയിരിക്കില്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ അത് കാണാം. പണ്ഡിത ലോകത്തും ഇത് വഷളാക്കുന്ന ആളുകളുണ്ട്. ഇടയിൽ നിൽക്കുന്ന ശിഷ്യഗണങ്ങൾ,
നിങ്ങളെക്കുറിച്ച് മറ്റാളുണ്ടല്ലോ അങ്ങനെ പറഞ്ഞു. എങ്ങനെ പറയാ? വലിയ ഗൗരവമുള്ള ആരോപണമാണുള്ളത്, അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ മുൻഗാമികൾ ചിലരോട് നിങ്ങളെക്കുറിച്ച് ഇല്ലാത്തൊരു അപവാദം ഇതാ ഇന്ന ഫുലാൻ പറയുന്നു. ഇദ്ദേഹം ചോദിച്ചു, ആരാണ് അയാൾ? എനിക്ക് കാണണം. ഈ വാർത്ത എത്തിച്ച ആൾ സന്തോഷിച്ചു. ഇന്ന് അവന്റെ കഥ തീർന്നത് തന്നെ. ഇദ്ദേഹത്തെയും കൂട്ടി ആരോപിച്ച വ്യക്തിയുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളാണോ എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാണ്. എങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ കാര്യം എന്നിലുണ്ടെങ്കിൽ അല്ലാഹു മഗ്ഫിർലി, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. ഞാൻ അവനോട് ദുആ ചെയ്തു, ഗഫർ അല്ലാഹുലി, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ ആ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ എന്നിലില്ലാത്താണ്, ഗഫർ അല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഖലാസ്. നിങ്ങൾ ആ പറഞ്ഞ ഞാൻ ചെയ്തിട്ടുണ്ട്, അള്ളാഹു എനിക്ക് പുറത്തു തരട്ടെ. നിങ്ങൾ ആ പറഞ്ഞ കാര്യം കളവാണെങ്കിൽ, നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടാണെങ്കിൽ, ഗഫർ അല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ. എത്ര മനോഹരമായ നിലപാടാണിത്. ഇതാണ് ആരോപണങ്ങൾ ഇങ്ങോട്ടുണ്ടായാൽ, അതല്ലെങ്കിൽ ആരോപണങ്ങൾ നടത്തിയാലൊക്കെ നമ്മുടെ സമീപനം, നമ്മുടെ നയം ഇതാണ്. അതിൻ്റെ മെത്തഡോളജി ഇതാണ്. ആരോപണ വിധേയനായാലും ആരോപണം ഉന്നയിക്കുമ്പോഴും നമ്മുടെ രീതിശാസ്ത്രം ഇതാണ്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇവിടെ ശൈഖ് പറയാണ്, എന്തെങ്കിലും എന്നെക്കുറിച്ചൊരു മോശം കേട്ട് കഴിഞ്ഞാൽ അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ ചുറ്റും വലയം വെക്കുന്ന ആളുകൾ, അവർക്ക് അതിനെന്തൊരു സന്തോഷമാണ്. മറമാടപ്പെട്ട മൺമറഞ്ഞുപോയ മുൻഗാമികളിൽ സ്വാലിഹീങ്ങളിൽ ഒരാളെ ഞാനിങ്ങനെ കണ്ടിട്ടില്ല. അവരുടെ വാർത്തകളിൽ, അവരുടെ വൃത്താന്തങ്ങളിൽ ഇങ്ങനെ ഒരു സമീപനം ഞാൻ കേട്ടിട്ടില്ല. ആളുകളുടെ കുറവിങ്ങനെ ചകഞ്ഞ് അതിൻ്റെ പിന്നാലെ കൂടുന്ന ആളുകളെ, മൺമറഞ്ഞുപോയ സ്വാലിഹീങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് പറയാണ്. ശരിയല്ലേ അത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് ജനങ്ങളുടെ കുറവുകൾ ചികഞ്ഞു പോകുക എന്നുള്ളത് നമുക്കതുകൊണ്ട് യാതൊരു നേട്ടവുമില്ല. അള്ളാഹു പറഞ്ഞു, വലാ തജസ്സസു വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ള, നിങ്ങൾ ചാരപ്പണി നടത്തരുത്. നിങ്ങളുടെ മുസ്ലിമീങ്ങളായ സഹോദരങ്ങളെ കുറവുകൾ ചെയ്യാൻ നിങ്ങൾ ചാരന്മാരെ നിശ്ചയിക്കരുത്. ഇന്നും ആളുകൾക്ക് നമ്മുടെ നാട്ടിലെ സംഘടനാ പാരമ്പര്യം കൊണ്ടുണ്ടായ ദൂഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. ആളുകളുടെ കുറവുകൾ ചെയ്യാൻ, അവന്റെ അനക്കവും അടക്കവും ഒതുക്കവും, അവൻ എങ്ങോട്ട് പോകുന്നു, എവിടെ പോകുന്നില്ല, എവിടെ ഇരിക്കുന്നു, എവിടെ ചലിക്കുന്നു, ഇതെല്ലാം വിലയിരുത്താൻ ഓരോ നാട്ടിലും ഓരോ പഞ്ചായത്തിലും വാർഡിലും ആളുകളെ നിശ്ചയിച്ചിട്ടുണ്ടാവും. ലാ ഹൗല വലാ ഖുവത. ഇവൻ ആരെ വിളിക്കുന്നു, ഇവൻ ആരെ വിളിക്കാതിരിക്കുന്നു, എവിടെ പോകുന്നു, പോകാതിരിക്കുന്നു, ഇങ്ങനെ ചാരപ്പണി നടത്തി കുറവുകൾ ചികഞ്ഞ് അതിങ്ങനെ കൊട്ടിഘോഷിച്ച് ഉറക്കം നഷ്ടപ്പെടുത്തുന്ന രാത്രികളിൽ അന്തം വിട്ട് കിടന്നുറങ്ങുന്ന അവസ്ഥ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് നമുക്ക് യോജിച്ച പണിയല്ല, മുസ്ലിമീങ്ങൾക്ക് യോജിച്ച പണിയല്ല ആളുകളുടെ കുറവുകൾക്ക് പിന്നാലെ പോകുക എന്നുള്ളത്. വലാ യഗ്തബ് ബഅ്ദുകും ബഅ്ദ, നിങ്ങൾ പരസ്പരം ഗീബത്ത്, ഏഷണയും പരദൂഷണവും നടത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي فيها معادنا. اللهم اجعل الحياة زيادة لنا في كل خير والموت راحة لنا من كل شر يا رب العالمين. اللهم أعنا على ذكرك وشكرك وحسن عبادتك والتوفيق إلى طاعتك يا رب العالمين. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുകയാണ്, യാ മഅ്ശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു ലാ തഖ്താബുൽ മുസ്ലിമീൻ വലാ തതബ്ബഉ ഔറാത്തിഹിം. നോക്കൂ, നിങ്ങൾ മുസ്ലിമീങ്ങളെ പരസ്പരം അവരുടെ ഏഷണയും പരദൂഷണവും കൊണ്ട് നടക്കുന്ന ആളുകൾ, മുസ്ലിങ്ങളെ കുറിച്ച് പരദൂഷണവും ഏഷണയും കൊണ്ട് നടക്കുന്ന ആളുകൾ, അവരുടെ കുറവുകൾ ചികയുന്ന അതിൻ്റെ പിന്നാലെ കൂടുന്ന ആളുകൾ, അവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്ത നിന്ദയുടെ അഭിസംബോധന കേൾക്കൂ. നിങ്ങൾ ഇങ്ങനെ പണിയെടുക്കുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞു? യാ മഅ്ശറ മൻ ആമന ബിലിസാനി, നാവ് കൊണ്ട് മാത്രം ഈമാൻ പ്രഖ്യാപിച്ചവരെ, വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹു, ഹൃദയങ്ങളിൽ ഈമാൻ പ്രവേശിക്കാത്തവരെ. നോക്കൂ, നിങ്ങൾ നാവിൽ മാത്രം ഈമാൻ ഒതുക്കി ഖൽബിനകത്ത് ഈമാൻ തൊട്ടു തീണ്ടാത്തവരെ, ലാ തഖ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിമീങ്ങളെ ഗീബത്ത് പറഞ്ഞേക്കരുത്, വലാ തതബ്ബഉ ഔറാത്തിഹിം, നിങ്ങൾ അവരുടെ കുറവുകൾ ചികഞ്ഞു പോകരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ വിളിച്ചത് അങ്ങനെയാണ്. ഫഇന്നഹു മൻ അത്ബഅ ഔറാത്തിഹിം യത്ബഇല്ലാഹു ഔറാത്തിഹി,
ആരാണോ മുസ്ലിമീങ്ങളുടെ കുറവുകളെ പിൻപറ്റുന്നത്, അതിന്റെ പിന്നാലെ കൂടുന്നത്, അള്ളാഹു അവരുടെ കുറവുകളുടെ പിന്നാലെ കൂടുന്നതാണ്. ആരുടെ കുറവുകളാണ് അള്ളാഹു ചികയുന്നത്, ആരുടെ കുറവുകളാണ് അള്ളാഹു പിടികൂടുന്നത്, അവൻ കെട്ടിയുണ്ടാക്കി അവന്റെ മണിമേടയിൽ, അവന്റെ സ്വന്തം വീട്ടിനുള്ളിൽ അള്ളാഹു അവന്റെ കുടുംബത്തിനും മക്കൾക്കുമിടയിൽ അവനെ വഷളാക്കും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സ്വന്തം പൊരക്കകത്ത് അള്ളാഹു അവനെ വഷളാക്കുന്നതാണ്. വൽഇയാദു ബില്ലാഹ്. എന്താണ്, എത്ര ഗൗരവമുള്ള ഹദീസാണിത് സഹോദരങ്ങളെ, വലിയ ഗൗരവമുള്ള വിഷയമാണിത്. ആളുകളുടെ കുറവുകൾക്ക് പിന്നാലെ കൂടുക എന്നുള്ളത്. അള്ളാഹു ഈ മഹാഫിത്നയിൽ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനൊരാളുടെ കുറവിന്റെ പിന്നാലെ അവനെ പിടികൂടി അവനെ സ്വന്തം വീട്ടിൽ വഷളാക്കുന്ന ദുരവസ്ഥ, അതിനേക്കാൾ വലിയ ഭാഗ്യക്കേട്, ദൗർഭാഗ്യം, ഇതിനേക്കാൾ വലിയ നഷ്ടം, വഷളത്തരം, അപമാനം, നിന്ദ്യത, പതിത്വം, തീരാ നഷ്ടം, ഇതിനേക്കാൾ വലിയ മറ്റെന്തുണ്ട്? ദുനിയാവിൽ എന്ത് കിട്ടിയിട്ടെന്താണ്? ദുനിയാവിൽ എന്ത് വെട്ടിപ്പിടിച്ചിട്ടെന്താണ്? ദുനിയാവിൽ എന്ത് നേടിയിട്ടെന്താണ്? അള്ളാഹു ഒരാളെ പിടികൂടുക എന്ന് പറഞ്ഞാൽ, സ്വന്തം വീട്ടിൽ അവനെ നിന്ദനാക്കുക എന്ന് പറഞ്ഞാൽ, ഇതിനേക്കാൾ വലിയ തൗഫീക്ക് കേടെന്താണ്? ഇതിനേക്കാൾ വലിയ തൗഫീക്ക് നഷ്ടപ്പെടുന്ന കാരണം എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ആദാ ലീ വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എന്റെ വലിയായിട്ടുള്ള, എന്നെ പേടിച്ച്, എന്നെ ഭയപ്പെട്ട്, എനിക്ക് മാത്രം ഇബാദത്തുകൾ ചെയ്ത് എന്നെ ആത്മമിത്രമായി സ്വീകരിച്ച, എന്നെ രക്ഷാധികാരിയായി സ്വീകരിച്ച എന്റെ വലിയകളോട്, മുത്തഖികളോട്, മുസ്ലിമീങ്ങളോട്, മുഅ്മിനീങ്ങളോട്, സ്വാലിഹീങ്ങളോട് ആരാണോ ശത്രുത വെച്ച് പുറത്ത്, ശത്രുത ഉണ്ടാകുമ്പോഴാണല്ലോ ഈ പണിയെടുക്കുക, ആളുകളുടെ കുറവ് ചകയ്യുക, ഏഷണിയും പരദൂഷണവും കൊണ്ട് നടക്കുക. അങ്ങനെ എന്നെ പേടിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ എന്റെ വലിയകളോട് ആരാണോ ശത്രുത പ്രഖ്യാപിച്ചത്, അവരെ പരസ്യമായി പിച്ചി ചീന്തിയത്, അവർ സ്വപ്നത്തിൽ പോലും മനസ്സാ വാച കർമ്മണ ചിന്തിക്കാത്തതിന്റെ പേരിൽ പിടികൂടി പോസ്റ്റ്മോർട്ടം ചെയ്ത് പൊതുജന സമക്ഷം അവരെ വഷളാക്കുന്നത്, ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് റസൂലുള്ളാഹി ഖുദ്സിയായ ഹദീസിലൂടെ, അല്ലാഹു പറയാണ്, ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു പറയുമെന്നാണ്. ഞാൻ അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചാൽ, അല്ലാഹു പിടികൂടിയാൽ, അവൻ വെറുതെ വിടാതിരുന്നാൽ ആരാണ് നമ്മളെ സംരക്ഷിക്കാനുള്ളത്? അള്ളാഹുവിന്റെ വലിയകളോട് ശത്രുത വെച്ച് പുലർത്ത് അവരെ ഏഷണിയും പരദൂഷണവും കൊണ്ട് പിടികൂടുന്ന ആളുകളെ അള്ളാഹു പിടികൂടുമെന്നാണ്. അള്ളാഹു അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. സഹോദരങ്ങൾ, ഇതിൽ ഏറ്റവും ഗൗരവമുള്ള കാര്യം, ഇതൊരു സാമാന്യ മുസ്ലിമിനോട് കാണിച്ചാലുള്ള ദുരവസ്ഥയാണ്. മുസ്ലിമീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ, മുവഹിദുകളിൽ, സലഫികളിൽ, സുന്നികളിൽ, മുത്തബികളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന സാമാന്യ ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാരായ ഉലമാക്കൾ, പണ്ഡിതന്മാർ, ഇമാമിങ്ങൾ ജീവിതം മുഴുവൻ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച് സേവനമനുഷ്ഠിച്ച് അതിലായി മരിക്കാൻ ശ്വാസനിശ്വാസങ്ങളുടനീളം അതിനുവേണ്ടി സമർപ്പിച്ചവർ, അവരുടെ പച്ചയിറച്ചി തിന്നുന്ന ഒരു അവസ്ഥ എന്താണ്? ഉലമാക്കളെ ആക്ഷേപിക്കുന്ന അവസരം എന്താണ്? അവരെ ഹക്കിന് പുറത്തും അകത്തുമാക്കാൻ സ്കാനിങ് മെഷീനും കൊണ്ട് നടക്കുന്ന അവസ്ഥ എന്താണ്? അവരുടെ രക്തവും ചോരയും പരിശോധിച്ച് അവരെ അളക്കാൻ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് ഏറ്റവും നീചമായ അവസ്ഥയാണ്. ഉലമാക്കളുടെ കുറവുകൾ, പണ്ഡിതന്മാരുടെ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്യാൻ അവർ വഴികെട്ടവരാണ്, അവർ പഴച്ചവരാണ്, അവരെ കേൾക്കാൻ പറ്റില്ല, അവരോട് അടുക്കാൻ പറ്റില്ല, ഇങ്ങനെ പറഞ്ഞ് പണ്ഡിതന്മാർക്കിടയിൽ കുതിര കയറുന്ന അവരുടെ പച്ചയിറച്ചി തിന്നുന്ന അവസ്ഥ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അവരേക്കാൾ അള്ളാഹുവിനോട് വിലായത്തുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കൾ മറ്റാരാണ്? അപ്പൊ അതിന്റെ ഗൗരവം എത്രയായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, സാമാന്യ മുസ്ലിമുകളുടെ കുറവുകൾ വരെ പിൻപറ്റാൻ നമുക്ക് അർഹതയില്ല എങ്കിൽ അവരിലെ ശ്രേഷ്ഠരായ ഉലമാക്കൾ അവരുടെ കുറവുകൾക്ക് പിന്നാലെ അത് ചികഞ്ഞു നടന്ന് അതാകട്ടെ ഒരു തെളിവുമില്ലാത്ത ഇവന്റെ കേവലം തെറ്റിദ്ധാരണയോ അവനെ ബാധിച്ച ശുബഹത്തുകളോ, അതല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നത് പോലെ, അവൻ പറയുന്നത് പോലെ അവർ പറയുന്നില്ല, ചിന്തിക്കുന്നില്ല, അവൻ ആഗ്രഹിക്കുന്ന ഫത്വ അവരിൽ നിന്ന് കിട്ടുന്നില്ല, അള്ളാഹുവിന്റെ ദീനിലില്ലാത്ത അവൻ സ്ഥാപിച്ച ഒരു പെരുപ്പവും കടുപ്പവും, അവനുണ്ടാക്കിയ അനാവശ്യമായ കാർക്കശ്യവും അത് അവരിൽ നിന്നില്ല. അവർ കുറച്ചും കൂടി വിശാല മനസ്കരാണ്, അവരാളുകളുടെ അവസ്ഥ മനസ്സിലാക്കി എളുപ്പം ചെയ്യുന്നവരാണ് എന്ന് ഇവൻ മനസ്സിലാക്കിയ ഹവക്കൊത്ത് അവർ വിധിക്കുന്നില്ല, അവർ നിലപാടെടുക്കുന്നില്ല എന്നുകൊണ്ടാണെങ്കിലോ
അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസീബത്തിൽ നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതാണ് 16ാമത്തെ കാര്യം, ആളുകളുടെ കുറവ് ചികഞ്ഞ് നടക്കുക എന്നുള്ളത്. 17ാമത്തെ കാര്യം ഇത്ലാഖുൽ ബസരി ഫീമാ ലാ യഹിൽ. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. വഗുല്ല മിൻ തറഫിക ഇൻ ഖിഫ്തഹു ഫഹാജിബു ശഹവതി ഗദ്ദുൽ ബസർ. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് നമ്മുടെ കണ്ണുകൾ താഴ്ത്തുക, ദൃഷ്ടികൾ താഴ്ത്തുക. ഹറാമിൽ നിന്ന് ദൃഷ്ടികൾ താഴ്ത്തുക. നീ അള്ളാഹുവിനെ പേടിക്കുന്നുവെങ്കിൽ നിന്റെ കണ്ണുകൾ ഹറാമിൽ നിന്ന് താഴ്ത്തുക. ഫഹാജിബു ശഹവതി ഗദ്ദുൽ ബസർ. നിന്നെ അനാവശ്യങ്ങളിലേക്ക് തടഞ്ഞു നിർത്തുന്ന മറ നിന്റെ ദൃഷ്ടികൾ താഴ്ത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഹറാമിലേക്കുള്ള മറ ദൃഷ്ടികൾ താഴ്ത്തിക്കൊണ്ട് നീ സ്വീകരിക്കുക. കണ്ണുകൾ ഹറാമിൽ നിന്ന് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാൻ അനുവദിക്കപ്പെടാത്ത സ്ത്രീകൾ, അതോടൊപ്പം അൽ മുർദാൻ, താടി മീശൊന്നും മുളക്കാത്ത ചെറുപ്രായത്തിലുള്ള കുട്ടികൾ, ഇത് രണ്ടും ഒരുപോലെ ഉലമാക്കൾ ചർച്ച ചെയ്തതാണ്. നമ്മൾ ഹറാമായ കാഴ്ചകളിലേക്ക് നോക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ആദ്യം ശരിയാണ്, നമ്മുടെ മനസ്സിലൂടെ എത്തുക അന്യ സ്ത്രീകളാണ്. അതുപോലെ തന്നെ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഇക്കാലഘട്ടത്തിൽ പലർക്കും ദഹിക്കാത്ത മറ്റൊരു കാര്യമാണ് ചെറിയ കുട്ടികൾ, താടി മീശയും മുളക്കാത്ത അമ്രതുകൾ, ആൺകുട്ടികൾ, ഒരേ വർഗത്തിൽപ്പെട്ട ഒരേ ലിംഗത്തിൽപ്പെട്ട കുട്ടികൾ, അവരെ നോക്കാതിരിക്കുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് അവരുടെ ദൃഷ്ടികൾ താഴ്ത്താൻ പറയുക നബിയെ, അവരുടെ ലൈംഗിക വിശുദ്ധി പരിരക്ഷിക്കാനും പറയുക. അപ്പൊ നമ്മുടെ ലൈംഗിക വിശുദ്ധി സംരക്ഷിക്കപ്പെടണമെങ്കിൽ അതിൻ്റെ ആദ്യ പടി കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളതാണ്. ഈ കണ്ണുകൾ ആരിൽ നിന്നെല്ലാം താഴ്ത്തണം? ഉലമാക്കൾ അത് ചർച്ച ചെയ്യവേ സ്ത്രീകൾ, പ്രായപൂർത്തിയെത്താത്ത ചെറിയ കുട്ടികൾ, അവരെയും പ്രത്യേകം എണ്ണുന്നു. അതുപോലെ തന്നെ സ്ത്രീകളോടും കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനാത്ത്. ആണുങ്ങൾ മാത്രമല്ല കണ്ണ് താഴ്ത്തുക, പെണ്ണുങ്ങളുടെ മുഖത്ത് മൂടുപടമുണ്ട്, നിഖാബുണ്ട് എന്നത് അവർക്ക് കണ്ണ് താഴ്ത്താതിരിക്കാൻ ഒരു ന്യായമല്ല. നിഖാബുകൾക്കിടയിലൂടെ അവരെ ദൃഷ്ടികൾ താഴ്ത്തണം. വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ദുദ്ന മിൻ അബ്സാരിഹിന്ന. അവരവരുടെ ദൃഷ്ടികളെ അന്യ പുരുഷന്മാരിൽ നിന്നും ഹറാമായ കാഴ്ചകളിൽ നിന്നും താഴ്ത്തുക. അതാണ് അവരുടെ ചാരിത്ര വിശുദ്ധി സംരക്ഷിക്കാനുള്ള കാര്യം. അതുകൊണ്ട് ദൃഷ്ടികൾ താഴ്ത്തുക എന്നത് ലൈംഗിക വിശുദ്ധി പാലിക്കാനുള്ള ആദ്യ സ്റ്റെപ്പാണ്, ആദ്യഘട്ടമാണ്. അത് നമ്മൾ അഴിച്ചുവിട്ടാൽ ഹറാമിലേക്ക് പതുക്കെ പതുക്കെ നമ്മൾ അടുക്കും. ഹറാമിൽ ശരിയായ വ്യഭിചാരത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ സ്വവർഗരതിയിലേക്ക് നമ്മളെ അത് കൊണ്ടെത്തിക്കും. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാൻ ചോദിച്ചു, യാദൃശികമായി പെട്ടെന്ന് സ്ത്രീകളെയോ ഹറാമായ കാഴ്ചകൾ ഉടക്കിക്കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാദൃശികമായി അങ്ങനെ കാഴ്ചയുടക്കിയാൽ ഫഅമറനി അൻ അസ്രിഫ ബസരി, പെട്ടെന്ന് ആ കാഴ്ച നീ തിരിച്ചെടുക്കുക, പിന്നെ തിരിച്ചു നോക്കരുത്. യാദൃശികമായി കണ്ടുപോകാം, കാണാൻ പാടില്ലാത്തത് ആകസ്മികമായി പെട്ടെന്ന് നമുക്ക് സംഭവിച്ചേക്കാം. പക്ഷേ അത് വീണ്ടും അതിൽ തന്നെ ആ നോട്ടം മുടക്കി തുടരുക എന്നുള്ളത് നമുക്ക് പാടില്ല. അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പ്രത്യേകം വിളിച്ചു ഉപദേശിച്ചു, യാ അലി ലാ തുത്ബി നദ്റതൻ നദ്റ, ഒരു നോട്ടത്തിന് പിന്നാലെ നീ വീണ്ടും നോക്കരുത്. ഫഇന്നമാ ലക്കൽ ഊല വലൈസ ലക്കൽ ആഖിറ, ആദ്യത്തെ നോട്ടം നിനക്ക് അനുവദിക്കപ്പെട്ടത്, കാരണം അത് യാദൃശികമായി സംഭവിക്കുക. പിന്നെ നോക്കുക എന്നുള്ളത് ഹറാമാണ്, ആ നോട്ടം നിനക്ക് അനുവദിക്കപ്പെടാത്തതാണ്. കുല്ലുൽ ഹവാദിസി മബ്ദഉഹാ മിനൻ നദരി വമുഅ്ലമുൻ നാരി മിൻ മുസ്തസ്ഖരി ശററി. എല്ലാ തിന്മകളും എല്ലാ തോന്നിവാസങ്ങളും അതിൻ്റെ തുടക്കം അനാവശ്യമായ നോട്ടത്തിലൂടെയാണ്. അതിൻ്റെ ആരംഭം ഹറാമിലേക്കുള്ള നോട്ടത്തിലൂടെയാണ്. അത് നേരിട്ട് നോക്കുകയാണെങ്കിലും ശരി, അങ്ങാടിയിലൂടെ നടക്കുമ്പോൾ ഇരുവശത്തുമുള്ള മതിലുകളിൽ ഒട്ടിച്ചു വെച്ച വാൾ പോസ്റ്ററിൽ നോക്കുകയാണെങ്കിലും ശരി, ഈ സാധനത്തിൽ സ്മാർട്ട് ഫോണിൽ നിർബാധമൊഴുകുന്ന ഇന്റർനെറ്റിൽ നമ്മുടെ വിരൽ തോണ്ടി ആസ്വദിക്കുന്നതാണെങ്കിലും ശരി, സ്കൂളിലോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ നമ്മൾ പോകുന്ന കച്ചവട സ്ഥാപനങ്ങളിലോ നമ്മൾ നടത്തുന്ന കച്ചവട സ്ഥാപനങ്ങളിൽ വരുന്ന ഉപഭോക്താക്കളിലോ ഇങ്ങനെ ഹറാമായ കാഴ്ചകൾ നമുക്ക് സംഭവിച്ചാൽ മബ്ദഉഹ, അതാണ് തിന്മകളുടെ തുടക്കം. ഒരു നോട്ടത്തിന് പിന്നാലെ വീണ്ടും വീണ്ടും നോക്കുക, ആവർത്തിച്ചു നോക്കാനിടയാകുന്ന സാഹചര്യം ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം
ജനങ്ങളിൽ നരകത്തിൽ പ്രവേശിക്കുന്ന അധികം ആളുകളും അവർ തിന്മകളെ നിസാരമാക്കി കണ്ടവരായിരിക്കും. ചെറിയതല്ലേ, അത് ആരപ്പ ചെയ്യാത്തത്, ആരപ്പത് ഒഴിവാക്കണം? എങ്ങനെ ഇപ്പം അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പറ്റുക? ഇങ്ങനെ തിന്മകളെ നിസാരമാക്കുന്നവരായിരിക്കും നരകത്തിൽ അധികവും സ്ഥാനം പിടിക്കുന്ന ആളുകൾ. അതുകൊണ്ട് ചെറിയ നോട്ടല്ലേ, നോട്ടം കൊണ്ട് ഇപ്പം എന്ത് സംഭവിക്കാനാണ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ നിസാരമായി തള്ളിക്കൂടും. കം നദ്റത്തിൻ ഫതകത് ഫി ഖൽബി സ്വഹിബിഹാ ഫതക സിഹാമു ബിലാ ഖൗസിൻ വലാ വത്രിൻ. എത്രയെത്ര നോട്ടങ്ങളാണ് ഇങ്ങനെ ചെറുതല്ലേ എന്ന് പറഞ്ഞ ലാഘവ ബുദ്ധിയോടെ നമ്മൾ തള്ളിക്കളഞ്ഞ എത്രയെത്ര നോട്ടങ്ങളാണ് അതിൻ്റെ ആ നോട്ടം നടത്തിയ ആളുടെ കൽബിനെ നശിപ്പിച്ചത്, അവനെ മോശമായ തിന്മയിലേക്ക് കൊണ്ടെത്തിച്ചത്. ഫതക സിഹാമു ബിലാ ഖൗസിൻ വലാ വത്രിൻ. ഒരമ്പും ഒരു ഞാണുമില്ലാതെ, ഒരു വില്ലും ഞാണുമില്ലാതെ അമ്പിന്റെ പ്രഹരമേറ്റതുപോലെ, ഒരു വില്ലും ഞാണുമില്ലാതെ, ഈ നോട്ടം എന്നത് വില്ലും ഞാണില്ലാത്ത അമ്പ് നമ്മുടെ കൽബിൽ തറച്ചതുപോലെയാണ്. ഹറാമിലേക്ക് നമ്മൾ നോക്കി നമ്മുടെ കൽബ് വടക്കായ അവസ്ഥയെ കവി ഉപമിക്കുകയാണ്. എന്ത്? വില്ലും ഞാണുമില്ലാതെ സ്ഥാനത്ത് കൊണ്ട് അമ്പിന്റെ പ്രഹരം പോലെ. ഇങ്ങനെ എത്ര നോട്ടമാണ് അമ്പ് ലക്ഷ്യസ്ഥാനത്ത് പിന്നെ നിഷ്പ്രയാസം പ്രഹരിച്ചതുപോലെ നമ്മെ നശിപ്പിച്ചു കളഞ്ഞു, നമ്മുടെ കൽബിനെ നശിപ്പിച്ചു കളഞ്ഞത്. സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ചെറിയ പ്രായത്തിലുള്ള താടി മീശയും മുളക്കാത്ത കുട്ടികൾ, അവരിലേക്കുള്ള നോട്ടത്തെക്കുറിച്ച് പണ്ഡിതന്മാർ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ സാന്ദർഭികമായി ഈ വിഷയം ഇവിടെ തിരഞ്ഞെടുക്കാൻ കാര്യം, ഈ വിഷയത്തിൽ കുറച്ചധികം സംസാരിക്കാൻ ഉദ്ദേശിച്ച എൻ്റെ ലക്ഷ്യം, ഇവിടെ നമ്മുടെ സ്ഥാപനം അത്തരത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. മസ്ജിദിൽ വരുന്ന ആളുകൾ, ഇവിടെ പഠിപ്പിക്കുന്ന ആളുകൾ, ഇതുമായി സഹവസിക്കുന്ന ആളുകൾ, പുറത്തുള്ള ആളുകൾ, ഇത്തരം കുട്ടികളോട് നമുക്ക് കൗതുകം തോന്നും. അടുത്തിരിക്കാനും അവരോട് കുശലം പറയാനും അവരുമായി സമയം ചെലവഴിക്കാനൊക്കെ സ്ത്രീകളോട് അകലം പാലിക്കുന്നത് പോലെ നമ്മൾ ഇത്തരത്തിലുള്ള കുട്ടികളോട് അകലം പാലിക്കണം. ഇസ്ലാം വെറുതെയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വളരെ നിഷ്കർഷയോടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ ഒരു അധ്യാപനവും അത് വെറുതെയല്ല. ലിവാത്ത് എന്ന ഇന്ന് വ്യഭിചാരത്തെക്കാൾ പടർന്നു പിടിച്ചിട്ടുള്ള മഹാമാരി, അതിന് കാരണം ഇതാണ്. നമ്മുടെ നാടുകളിൽ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, മതസ്ഥാപനങ്ങളിൽ വൈറസ് പോലെ പടർന്നു പിടിച്ച മഹാരോഗമാണിത്. കാരണം അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞെടുത്ത് നിന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അവർക്കിത് പറഞ്ഞു കൊടുക്കണം. ഉലമാക്കൾ, മുൻഗാമികളായ ഇമ്മത്തുകൾ, അവർക്കിടയിൽ ഇജ്മാ ഉള്ള കാര്യമാണ്. എന്ത്? ഇങ്ങനെ പൊടിമീശക്കാരായിട്ടുള്ള ചെറിയ കുട്ടികൾ, വിവാഹപ്രായത്തിന് താഴെയുള്ള കുട്ടികൾ, ആൺകുട്ടികൾ, അവരിലേക്ക് എന്തെങ്കിലും ദുരുദ്ദേശപരമായി ശഹവത്തോടുകൂടി ഒരു സ്ത്രീയെ കാണുന്നത് പോലെ അങ്ങനെ എന്തെങ്കിലും ഇക്കിളിപ്പെടുത്തുന്ന ചിന്തയുമായി അവരിലേക്ക് നോക്കുന്നത് ഹറാമാണെന്ന വിഷയത്തിൽ ഉലമാക്കൾക്കിടെ ഇജ്മാ ഉണ്ട്. അൽ-ഇമാം റംലി റഹിമഹുല്ലാഹ് അദ്ദേഹം വയഹ്റുമു നദറു അംറദിൻ ബിശഹവത്തിൻ ഇജ്മാഅൻ, റംലിയിൽ നിന്നാണ് അത് ഹിക്കായത്ത് ചെയ്യുന്നത്. ശഹവത്തോടുകൂടി പൊടിമീശക്കാരായിട്ടുള്ള ചെറിയ പ്രായത്തിലുള്ള ആൺകുട്ടികളെ നോക്കുക എന്നുള്ളത് ഹറാമാണെന്നുള്ള വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നാണ്. ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ഒരു മനുഷ്യൻ ഒരു അമ്രതായ, ഇത്തരം കുട്ടികളെ അമ്രത് എന്നാണ് പറയാം, ഞാൻ ഇനി ആ പേര് ആവർത്തിക്കുന്നില്ല, അമ്രത് എന്ന് മാത്രമേ പറയുള്ളൂ, അത്തരക്കാരെ വിശേഷണം ആവർത്തിക്കുന്നില്ല. അമ്രതായ ഒരു കുട്ടിയുടെ മുഖത്തേക്ക് ഒരു മനുഷ്യൻ നോക്കുക എന്നുള്ളത് ഹറാമാണ്. ഇദാ കാന ഹസന സൂറത്തി സവാഅൻ കാന നദ്റതൻ ലിശഹവത്തിൻ അംല. പ്രത്യേകിച്ച് ആ കുട്ടി നല്ല ഭംഗിയുള്ള കുട്ടിയാണെങ്കിൽ, ആ നോട്ടം ശഹവത്തോടുകൂടി, എന്തെങ്കിലും ലൈംഗികപരമായ ശഹവത്തോടു കൂടിയാണെങ്കിലും അല്ലെങ്കിലും ശരി, ഭംഗിയുള്ള അത്തരത്തിലുള്ള അമ്രതകളായ കുട്ടികളെ ആൺകുട്ടികളുടെ മുഖത്ത് നോക്കിയിരിക്കുക എന്നുള്ള ഹറാമാണ്, സ്ത്രീകളെ നോക്കുന്നത് പോലെ. സവാഅൻ അമിനൽ ഫിത്ന അം ഖാഫഹ, ഫിത്ന ഭയപ്പെട്ടാലും ശരിയില്ലെങ്കിലും ശരി, പാടില്ല എന്നാണ്. ഹാദാ ഹുവൽ മദ്ഹബു സ്വഹീഹ് അൽ മുഖ്താർ ഇൻദൽ ഉലമാഇൽ മുഹഖിഖീൻ നസ്സ അലൈഹി ശാഫിഈ റഹിമഹുല്ലാഹു അജ്മഈൻ. അൽ ഇമാം ശാഫിഈ അദ്ദേഹത്തെ പോലെയുള്ള പ്രഗൽഭരായ ഉലമാക്കളുടെ ശരിയായ അഭിപ്രായം ഈ വിഷയത്തിൽ ഇതാണ് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് അതിനുള്ള തെളിവായി, അന്നഹു ഫി മഅനൽ മർഅ ഫഇന്നഹു യുസ്തഹ കമാ തുസ്തഹ.
ഇങ്ങനെയുള്ള കുട്ടികളും സ്ത്രീകളുടെ പരിധിയിലാണ് പെടുക, സ്ത്രീകളുടെ വിധിയിലാണ് പെടുക. സ്ത്രീകൾ, ഒരാളിങ്ങനെ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയെ, ഒരു അന്യ സ്ത്രീയെ നോക്കിയിരുന്നാൽ അവൻ്റെ മനസ്സിൽ അത് ഇക്കിളിപ്പെടുത്തും, ഷഹവത്തുണ്ടാക്കും. ഇതുപോലെ ഇത്തരത്തിലുള്ള കുട്ടികളെ നോക്കിയിരിക്കുക എന്നുള്ളത് ഷഹവത്തുണ്ടാക്കും. വസൂറത്തുഹു ഫിൽ ജമാലി കസൂറത്തിൽ മർഅ, ഇങ്ങനെയുള്ള കുട്ടികൾ ഭംഗിയുള്ള കുട്ടികളാണെങ്കിൽ സ്ത്രീകൾ, ഭംഗിയുള്ള സ്ത്രീകൾക്ക് സമാനമാണ് അവർ, ഭംഗിയുള്ള സ്ത്രീകളെ പോലെ അവന് തോന്നും. ബൽ റുബ്ബമാ കാന കസീറു മിൻഹും അഹ്സന സൂറത്തൻ മിൻ കസീരി മിനൻ നിസാ, ചിലപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾ നല്ല ഭംഗിയുള്ള കുട്ടികളാണെങ്കിൽ അധിക സ്ത്രീകളെക്കാളും ഭംഗിയുള്ള കുട്ടികൾ ആ കൂട്ടത്തിലുണ്ടാകും. സ്ത്രീകളെക്കാൾ ഭംഗിയുള്ളവർ ചിലപ്പോൾ ആ കൂട്ടത്തിലുണ്ടാകും. ബൽഹും ഫി തഹ്രീമി ഔലാ ലിമഅനൻ ആഖർ, അതുകൊണ്ട് ഇത്തരം കുട്ടികളുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന ഹറാമാണ്, അത് വേറൊരർത്ഥത്തിൽ കൂടി. വഹുവ യതമക്കനു ഫി ഹഖ്ഹിഹി മിൻ തർക്കി ശർരി മാ ലാ യതമക്കനു മിൻ മിസ്ലിഹി ഫി ഹഖ്ൽ മർഅ. ഒരു സ്ത്രീ ആണെങ്കിൽ ആ സ്ത്രീ, അവളെ കൊണ്ട് ഇവൻ ഫിത്നയായാൽ ഇവൻ ഉദ്ദേശിക്കുന്ന ഹറാം, അത് അവളെ അതിനിരയാക്കാൻ അല്ലെങ്കിൽ അവളിലേക്ക് അത് എത്തിക്കാൻ ഇവന് തടസ്സമുണ്ട്. സ്ത്രീ എന്നുള്ള നിലക്കുള്ള അകലുണ്ട്, ഇല്ലേ? ആൺകുട്ടിയാണെങ്കിലോ, പ്രത്യേകിച്ച് ഇവന്റെ സമീപത്തുള്ള കുട്ടിയാണെങ്കിലോ, ഇവന്റെ കൂടെ മസ്ജിദിലുള്ള കുട്ടിയാണെങ്കിലോ, ഇവൻ ഒറ്റയ്ക്കിരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്ന അവസ്ഥയിലുള്ള കുട്ടിയാണെങ്കിലോ, അവിടെ ഫിത്നക്ക് കൂടുതൽ സാഹചര്യമുണ്ട്, കൂടുതൽ അവസരമുണ്ട്. അപ്പൊ അതിനേക്കാൾ ഇതാണ് ഗൗരവം എന്ന് ഉലമാക്കൾ പറയാണ്. ഇവിടെ ഷർറിനും ഫിത്നക്കും കൂടുതൽ കാരണമുണ്ട്, സാഹചര്യമുണ്ട്. സ്ത്രീകൾ അവർ സ്ത്രീകളാകുന്നു എന്ന അകലമുള്ളത് കൊണ്ട് അവിടെ ചിലപ്പോൾ ഫിത്ന നടന്നോളുന്നില്ല, ഇവിടെ അതിനേക്കാൾ സാഹചര്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ല, അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞ വാക്കുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അദ്ദേഹം പറയണം, ഇങ്ങനെയുള്ള അമ്രതകളിലേക്ക് നോക്കുക എന്നുള്ളത് മൂന്നായി അത്തരം നോട്ടത്തെ നമുക്ക് തരംതിരിക്കാം. ഒന്ന്, മാ തഖ്തരിനു ബിഹി ശഹ്വതു ഫഹുവ മുഹറമുൻ ബിൽ ഇത്തിഫാഖ്, ശഹ്വത്തോടുകൂടി ദുരുദ്ദേശപരമായി അവരെ നോക്കുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ ഉലമാക്കൾക്കിടയിൽ ഇജ്മാ ഉള്ള ഇത്തിഫാഖുള്ള കാര്യമാണ്, അത് ഹറാമാണ്. രണ്ട്, ശഹ്വത്തൊന്നുമില്ല, മറിച്ച് വെറുതെ ഒരു നോട്ടം. കനദരി റജുലിൽ വറഇ ഇലബ്നിഹിൽ ഹസൻ വബ്നതിഹിൽ ഹസന വഉമ്മിഹിൽ ഹസന, തൻ്റെ നല്ല ഭംഗിയുള്ള ഒരു മോനെ അല്ലെങ്കിൽ മകളെ നോക്കുന്നത് പോലെയാണ് അവൻ നോക്കുന്നത്, അല്ലെങ്കിൽ തൻ്റെ ഭംഗിയുള്ള ഉമ്മയെ നോക്കുന്നത് പോലെയാണ്, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലാണ് നോക്കുന്നത്, അവിടെ ശഹ്വത്തില്ല. അങ്ങനെയുള്ള നോട്ടമാണെങ്കിൽ അതിന് കുഴപ്പമില്ല എന്ന് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു. ഫഹാദാ ലാ യഖ്തരിനു ശഹ്വത്തുൻ ഇല്ലാ യകൂന റജുലു മിൻ അഫ്ജരിൻ നാസി വമത ഇഖ്തറനത് ബിഹി ശഹ്വത്തു ഹറാം. അപ്പോൾ അങ്ങനെ ഒരു യാദൃശ്ചികമായ അതല്ലെങ്കിൽ പ്രശ്നമില്ലാത്ത നോട്ടമാണെങ്കിൽ പ്രശ്നമില്ല. എപ്പോഴാണോ ഈ നോട്ടം അധികരിച്ച് ശഹ്വത്ത് വരുന്നത് അപ്പോൾ അത് ഹറാമാകും. ഇനി النظر إليه بغير شهوة لكن مع خوف ثوارنها ففيه وجهان في مذهب أحمد أصحهما وهو المحكي عن النص الشافعي وغيره أنه لا يجوز. ശഹ്വത്ത് ഇല്ലാതെയാണ് നോട്ടം, പക്ഷേ ശഹ്വത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത തുടക്കത്തിൽ ശഹ്വത്തൊന്നുമില്ല, പക്ഷേ ഒറ്റപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അതിനൊരു സാധ്യതയുണ്ട് എങ്കിൽ ശരിയായ അഭിപ്രായം അതുപ്രകാരം പണ്ഡിതന്മാർ പറയുന്നു, എങ്കിലും അത് ഹറാമാണ്, ആ നോട്ടം ഹറാമാണ്. ചുരുക്കി പറഞ്ഞാൽ സഹോദരങ്ങളെ, സ്ത്രീകളുടെ ഫിത്നയേക്കാൾ ഇത്തരത്തിലുള്ള അമ്രതകളായ ആൺകുട്ടികളുടെ ഫിത്ന നമ്മൾ പേടിക്കണം. പ്രത്യേകിച്ച് കുറച്ച് ഇക്കാലഘട്ടത്തിലെ ന്യൂജൻ കാലഘട്ടത്തിലെ കുട്ടികൾ കുറച്ച് സ്മാർട്ടായിരിക്കും. അവരിൽ ഭംഗിയും അതുപോലെ തന്നെ കാണാൻ കൗതുകവും ഈ പറഞ്ഞ കുട്ടികളുടെ സ്മാർട്ട്നെസ് ഒക്കെ ഒത്തിണങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഫിത്നയിലാകും. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയിട്ടുള്ള വിവാഹം കഴിക്കാൻ സാധിക്കാത്ത യുവാക്കൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹം കഴിഞ്ഞ ആളുകൾ വരെ ഇത്തരത്തിലുള്ള ഫിത്നകളിൽ അവരകപ്പെട്ട് ആ രോഗം പറിച്ചു മാറ്റാൻ പറ്റാത്ത വിധം അവർ ഫിത്നയിലായിട്ടുണ്ട്. അപ്പം പിന്നെ വിവാഹം കഴിക്കാത്ത ഒരവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇങ്ങനെ നമ്മുടെ ദൃഷ്ടികളെ താഴ്ത്താൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അത് സ്ത്രീകളാകട്ടെ ഈ പറഞ്ഞ രൂപത്തിൽ അമ്രതകളിൽ നിന്നാകട്ടെ അള്ളാഹുവിൻ്റെ തൗഫീഖ് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരത്തിൽ പ്രത്യക്ഷവും പരോക്ഷവുമായ മറഞ്ഞിരിക്കുന്നതും പ്രത്യക്ഷവുമായിട്ടുള്ള എല്ലാ ഫിത്നകളിൽ നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.